നമ്മുടെ എന്താ പറയാ KSTA അധ്യാപക സംഘടന നമ്മുടെ സബ് ജില്ലയിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും 7ാം ക്ലാസ്സിലെ ഈ വർഷം പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായി നടത്തുന്ന പരിപാടിയാണ്. അപ്പൊ ഇന്ന് അടിസ്ഥാന ശാസ്ത്രമാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, പേപ്പറിൽ നിങ്ങൾ വായിച്ചു കാണും, നമ്മളുടെ USS സ്കോളർഷിപ്പിന്റെ ഇപ്പൊ പേര് മാറ്റിയിരിക്കുകയാണ്. CM കിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ്. നമ്മുടെ പാഠപുസ്തകം കഴിഞ്ഞ വർഷവും ഈ വർഷമായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ പരീക്ഷയുടെ പേരും എന്ത് ചെയ്തിട്ടുണ്ട്, പരിഷ്കരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ 3 വർഷങ്ങളിലായി 5, 6, 7 ക്ലാസ്സുകളിലായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ അടിസ്ഥാനമാണ് നമ്മൾ ഈ ഒരു 3 ഇതിലും പഠിക്കുന്നത്, 5, 6, 7 ക്ലാസ്സിൽ. അപ്പൊ അതില് നമ്മുടെ ശാസ്ത്ര വിഷയത്തില് എന്താ പറയാ, ഒരുപാട് വിഷയങ്ങൾ, അതിന്റെ ഉള്ളിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം നമ്മൾ അടിസ്ഥാനമാണ് നമ്മൾ ഈ ഒരു ക്ലാസ് എന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോ ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പാഠപുസ്തകം മാറിയത് കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലെ എന്താ പറയാ UP ക്ലാസ്സുകളിലെ വിഷയങ്ങൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്ന് തീരുമാനിക്കേണ്ട കമ്മിറ്റിയുടെ ഒരു വിദഗ്ധ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ സാധിച്ചു. അപ്പൊ അതില് കോട്ടക്കലിലെ മനോജ് മാഷ് ഉണ്ടായിരുന്നു. അതുപോലെ UP അധ്യാപകർക്ക് പരിശീലനം നൽകുന്ന വാസുദേവ മാഷ്. നിങ്ങളുടെ എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ അദ്ദേഹത്തിന്റെ പേരുണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന്റെ ചെറിയൊരു ക്ലാസ് കിട്ടുകയുണ്ടായി. USS പരീക്ഷ ഈ വർഷം എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അതില് അദ്ദേഹം പറഞ്ഞത്, വാസുദേവ മാഷ് പ്രധാനമായിട്ടും പറഞ്ഞത്, 7ാം ക്ലാസ്സിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രധാനമായും ഈ വർഷത്തെ ചോദ്യങ്ങൾ ഇട്ടിട്ടുള്ളത് എന്നും, അതുപോലെ നമ്മളുടെ ഈ വർഷത്തെ പരീക്ഷകളിലെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓണപരീക്ഷയ്ക്കായാലും ക്രിസ്മസ് പരീക്ഷയ്ക്കായാലും പ്രസ്താവനകൾ തന്നിട്ട് അതിന്റെ പ്രസ്താവനയും കാരണവും ശരിയും തെറ്റും കണ്ടെത്താനുള്ള ഒരു തരം ചോദ്യം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അതായത് ഈ വർഷം മുതൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. കുട്ടി കൂടുതലായിട്ട് ചിന്തിച്ചിട്ട് എഴുതേണ്ട രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. കാണാതെ പഠിച്ചിട്ടുള്ള ആ ഒരു പരീക്ഷ കൈകാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടം മാറിയിരിക്കുകയാണ്. അത് മ്യൂട്ടാക്കി വെക്കും കേട്ടോ. അപ്പൊ നമ്മുടെ 7ാം ക്ലാസ്സിൽ ഒരുപാട് പുതിയ വിഷയങ്ങൾ, പുതിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ കാർഷിക മേഖലയാണ് നമ്മുടെ 1ാമത്തെ പാഠം എന്ന് പറയുന്നത്. അതുപോലെ അതിൽ നമ്മൾ കാർഷിക മേഖലയുടെ ഒരുപാട് അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. 5ാം ക്ലാസ്സിൽ നമ്മൾ ചെടിയുടെ ഭാഗങ്ങൾ, LP ക്ലാസ്സിൽ പഠിച്ചതിന്റെ തുടർച്ചയായിട്ട് ചെടിയുടെ ഭാഗങ്ങൾ, അതേപോലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പകൽ സമയത്ത് നടക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ പ്രകാശ സംശ്ലേഷണം. അതുപോലെ ചെടികളുടെ വേര്, അതുപോലെ ചെടികൾക്ക് വിവിധ നിറങ്ങൾ നൽകുന്ന ഹോർമോൺ, എന്താ പറയാ, വർണ്ണകങ്ങൾ, അങ്ങനെ കാർഷിക മേഖലയിൽ വരുന്ന അടിസ്ഥാന കാര്യങ്ങൾ. പിന്നെ അത് 7ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നമ്മൾ തൈച്ചെടികളെ ഉൽപ്പാദിപ്പിക്കുന്ന രീതി ആണ് ആദ്യം തുടങ്ങുന്നത്. അതായത് പ്രത്യുൽപാദനം, വിത്ത് ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ ചെടിയുടെ മറ്റു ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നമ്മൾ പുതിയ തൈച്ചെടികളെ ഉൽപ്പാദിപ്പിക്കുന്ന രീതി, കായിക പ്രജനനവും സെക്ഷൽ റീപ്രൊഡക്ഷൻ, അങ്ങനെ ഇത് നമ്മൾ അവിടെ തുടങ്ങുന്നുണ്ട്. പിന്നെ അതിന് തുടർച്ചയായിട്ട് നമ്മൾ വിവിധ തരം കൃഷി രീതികൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എന്താ പറയാ, ബഡ്ഡിങ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിങ്, ഇതൊരു പ്രധാനപ്പെട്ട ആശയമാണ്. ഈ ബഡ്ഡിങ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിങ് എന്ന് പറയുന്ന ഈ ഒരു രീതി. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വെച്ചിട്ടുണ്ടോ? അപ്പൊ ഓക്കെ, നമുക്ക് ജസ്റ്റ് ഈ 3 കാര്യങ്ങളും പെട്ടെന്നൊന്ന് നോക്കിയാലോ. എന്താണ് ബഡ്ഡിങ്, എന്താണ് ഗ്രാഫ്റ്റിംഗ്, എന്താണ് ലെയറിങ്? അതിന്റെ ഈ രീതിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ചെടിയുടെ പ്രത്യേകത എന്താണ്, ബെനിഫിറ്റ് എന്താണ്, ദോഷങ്ങൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചു പോയാൽ മതി. ആരെങ്കിലും ഒരാൾ വായിച്ചാൽ മതി.
വിശദമായിട്ട് പറയണ്ട, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ പറഞ്ഞാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഏതൊക്കെ ചെടികളിലാണ് ബഡ്ഡിങ് നടത്തുന്നത്, ഏതൊക്കെ ചെടിയിലാണ് ഗ്രാഫ്റ്റിംഗ് നടത്തുന്നത്, ഏതൊക്കെ ചെടികളിലാണ് ലെയറിംഗ് നടത്തുന്നത്, അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പെട്ടെന്നൊന്ന് പറയണം കേട്ടോ, നമുക്ക് സമയം കളയാനില്ല. സാർ, ലെയറിംഗ് ചെയ്യുന്നതിൽ ടാപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ടാവില്ല. ലെയറിംഗ് ശരിയാണ്. ഒരാൾ പറഞ്ഞാൽ മതി. Early flowering and fruiting. ഓക്കെ, Early flowering and fruiting. ഇതിപ്പം ഓക്കെ ബഡ്ഡിങ്ങിന്റെ അല്ലേ പറഞ്ഞത്? Layering. ഓക്കെ. ഇനി ബഡ്ഡിങ്ങിന്റെ എന്തെങ്കിലും ഇത് പറയൂ, പ്രത്യേകത, ചെടികള് അതുപോലെ അത് ഉപയോഗിക്കുന്ന. സാർ, മലയാളം. പറഞ്ഞോളൂ, കുഴപ്പമില്ല. Using superior quality plantings material by joining bud of superior quality. നമ്മുടെ മണ്ണിൽ നന്നായി വളരും. നമ്മുടെ മണ്ണിൽ നന്നായി വളരും. ഓക്കെ, അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും റോസ് ചെടികളിലാണ് ബഡ്ഡിങ് നടത്തുക. അപ്പൊ ഒരു ചെടിയിൽ ഒരു ചെടിയിൽ പലതരം പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണിത് ബഡ്ഡിങ്. അതെ. അപ്പൊ ഇതില് ബഡ്ഡിങ്ങിലോ ഗ്രാഫ്റ്റിങ്ങിലോ ലെയറിങ്ങിലോ ഏതിലെങ്കിലും എന്ത് പറയുന്നു, അതിന് നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം കേട്ടോ. അതായത് ഇതിന്റെ സവിശേഷത ചോദിച്ചിട്ട് അത് ഏത് ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഇന്ന ചെടി എന്തിനു വേണ്ടിട്ടാ ചെയ്യുന്നേ? ഏത്? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. സാധാരണ ചെടി, അത് പറയാം, അവിടേക്ക് എത്തട്ടെ കേട്ടോ. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരേ ചെടിയിൽ നിന്ന് കൃത്രിമ പരാഗണം, ഹൈബ്രിഡ് സീഡ്സ് ഉണ്ടാക്കാൻ. അതെ. അതായത് ഉയർന്ന നിലവാരമുള്ള അല്ലെങ്കിൽ ഇതുള്ള വിത്തുകളെ മലയാളത്തിൽ പറയോ? മലയാളത്തിലാണ് പറയുന്നത്. ഉയർന്ന ഗുണമേന്മയുള്ള വിത്തുകളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കൃത്രിമ പരാഗണം എന്ന് പറയുന്നത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന്റെ തുടർച്ചയാണിത്. 6ാം ക്ലാസ്സിൽ നമ്മൾ പോളിനേഷൻ പഠിക്കുന്നുണ്ട്. പോളിനേഷൻ അതായത് എന്താ പറയാ, നമ്മള് പൂവിന്റെ ഭാഗങ്ങൾ പഠിക്കുന്നുണ്ട്. പൂവിന്റെ ഭാഗങ്ങളും പൂവാണ് എന്തായി മാറുന്നത്, ചെടികളിൽ പഴങ്ങളായി മാറുന്നത് അല്ലെ? അവിടെ വരുന്നതാണ് ഈ പോളിനേഷൻ. അതെ, കൃത്രിമ പരാഗണം പറയുന്നത്. അപ്പൊ ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാം. കാർഷിക മേഖല അത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് നമ്മുടെ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ ഹൈബ്രിഡൈസേഷന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഓരോ കാർഷിക ഇനങ്ങളുടെ ഹൈബ്രിഡ് ഇത് നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അതായത് എന്താ പറയാ, പയറിന്റെ പഠിക്കുന്നുണ്ട്, അതുപോലെ നെല്ലിന്റെ പഠിക്കുന്നുണ്ട്, അതുപോലെ മുളകിന്റെ പഠിക്കുന്നുണ്ട് അല്ലെ? ഓരോ ഇനങ്ങളുടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതില് മാറ്റി തരും. ഒരു എന്താ പറയാ, മാറ്റി തന്നിട്ട് അതില് ഒറ്റയാൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നെല്ലിന്റെ 3 ഇനം തരും, അതിന്റെ കൂടെ പയറിന്റെയോ അല്ലെങ്കിൽ വേറെ എന്തിന്റെ തന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതില് നെല്ലിന്റെ അല്ലാത്തത് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ നെല്ലിന്റെ ഏതാണ് ഹൈബ്രിഡ് ഇനം എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ ഓക്കെ. പിന്നെ ഈ 7ാം ക്ലാസ്സിലെ കാർഷിക മേഖലയിൽ വരുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ വിവിധ തരം കൃഷികളുണ്ടല്ലോ. അതായത് കൂണ് കൃഷി, അതേപോലെ മത്സ്യകൃഷി, അതുപോലെ പിന്നെ ഏതൊക്കെയായിരുന്നു? സാർ, ഇംഗ്ലീഷിൽ പറയോ?
ഞാൻ മലയാളത്തിൽ പറഞ്ഞു പോവാം. അത് മനസ്സിലാവാത്ത കൊണ്ടാണോ മലയാളം? മത്സ്യകൃഷി എന്നൊന്നും പറയുന്നത് മനസ്സിലാവില്ല. മത്സ്യകൃഷിനെ എന്താ ഇംഗ്ലീഷിൽ പറയുന്നത് നമ്മള്? കൾച്ചർ. അതേപോലെ എപ്പികൾച്ചർ എന്ന് പറഞ്ഞ പലതരം കൃഷി രീതികൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോ ആ ഭാഗത്തു നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന കൃഷി രീതി ഏതാണ്? അപ്പൊ അത് മൊത്തം ആ ഒരു വട്ടത്തിലൊരു ചാർട്ടിലാണ് നമ്മുടെ എന്താ പറയാ വിവിധ തരം കൃഷി രീതികൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പൊ അതെന്ത് ചെയ്യുക, അതേപോലെ കാണാതെ പഠിച്ചു വെക്കുക കേട്ടോ. അതിൽ നിന്ന് നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ചിലപ്പോൾ എളുപ്പമുള്ളതായിരിക്കും, പക്ഷെ എന്ത് ചെയ്യും, നമ്മളൊന്ന് ചിന്തിക്കാനോ ഒന്ന് കുഴപ്പിക്കാനോ നോക്കും. ഇത് ഗവൺമെന്റ് നടത്തുന്ന പരീക്ഷ ആയതുകൊണ്ട് എന്ത് ചെയ്യാം, കുറച്ച് നിലവാരമുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. വളരെ എളുപ്പമുള്ളതും ഉണ്ടാവും, അതുപോലെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടാവും. വളരെ ബുദ്ധിമുട്ടുള്ള, അതായത് നന്നായിട്ട് ചിന്തിച്ചിട്ട് നമ്മൾ ഉത്തരം എഴുതേണ്ട ചോദ്യങ്ങളും ഈ കോമ്പറ്റീറ്റീവ് എക്സാം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓൾറെഡി നിങ്ങൾ എന്താണ് പരീക്ഷയ്ക്ക് തയ്യാറായിട്ട് ഇരിക്കുന്നവരോ തന്നെ അവരായിരിക്കും, അവസാനത്തെ മിനുക്ക് മണിയിലായിരിക്കും ഇപ്പൊ നിങ്ങൾ ഉണ്ടാവുക. ഓൾറെഡി ഇപ്പോ ഭൂരിഭാഗം എന്താ പറയാ, ഇത് പരീക്ഷ നമുക്ക് കിട്ടണം എന്നുള്ള അത്രയും ഇതിൽ ചിന്തിക്കുന്നവരൊക്കെ ഇതൊക്കെ എന്ത് ചെയ്യുക, ഫൈനൽ റൗണ്ടിൽ റിവൈസ് ചെയ്യുന്ന ഒരു ഘട്ടമാണ് ഈ ഒരു കാലഘട്ടം. അപ്പൊ നമ്മുടെ കാർഷിക മേഖലയിൽ നിന്ന് പിന്നെ 5ാം ക്ലാസ്സിലെ എന്താ പറയാ നമ്മൾ വർണ്ണകങ്ങൾ പഠിക്കുന്നുണ്ട്. സാർ ഇംഗ്ലീഷിൽ പറയൂ. ഓക്കെ. എന്താണ് വർണ്ണകങ്ങൾ എന്താ പറയാ നമ്മള്? പിഗ്മെന്റ്സ്. ഡിഫറെന്റ് പിഗ്മെന്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ചെമ്പരത്തിക്ക് ചുവപ്പ് നിറം കൊടുക്കുന്നു, ഏത് പിഗ്മെന്റ് ആണ്? റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആന്തോസയാനിൻ. അതുപോലെ ഓറഞ്ച് നിറം കൊടുക്കുന്ന പിഗ്മെന്റ് ഏതാണ്? വർണ്ണകം. കാരോട്ടിൻ. നമ്മുടെ ക്യാരറ്റ്, ഓറഞ്ച്, അതുപോലെ ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾക്കെല്ലാം ആ നിറം കൊടുക്കുന്നത് കാരോട്ടിനാണ്. അതുപോലെ വേറെ രണ്ടെണ്ണം കൂടെ നമുക്ക് പഠിക്കാനുണ്ട് അവിടെ. ഹരിതകം, പിന്നെ ക്ലോറോഫിൽ. നമുക്ക് പച്ച നിറം കൊടുക്കുന്നതാണ് ക്ലോറോഫിൽ. ഹരിതകം എന്ന് പറയുന്ന ക്ലോറോഫിൽ എന്ന് പറയുന്ന പച്ച നിറം കൊടുക്കുന്ന പിഗ്മെന്റ്. പിന്നെ ഒരു പിഗ്മെന്റ് കൂടി ഉണ്ട് അവിടെ, ആന്തോസയാനിൻ. ഇപ്പൊ മഞ്ഞ സൂര്യകാന്തി, അതുപോലെ മത്തങ്ങയുടെ പൂവ്, അതുപോലെ മഞ്ഞ കളറിലുള്ള പഴങ്ങള്, ഇവർക്കൊക്കെ ഈ മഞ്ഞ നിറം കൊടുക്കുന്നത് ആരാണ്? സാന്തോഫിൽ. അപ്പൊ നമ്മള് പിഗ്മെന്റുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇതൊക്കെ കാർഷിക മേഖല എന്ന് പറഞ്ഞാൽ ചെടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. അവിടെ നിന്ന് നമുക്കിപ്പോ എന്താ പറയാ 5ലും ഉണ്ട്, 6ല് നമ്മള് പോളിനേഷന്റെ ഭാഗങ്ങൾ പഠിക്കുന്നുണ്ട്, പൂവിന്റെ ഭാഗം പഠിക്കുന്നുണ്ട്. അതുപോലെ പഴങ്ങൾ പഠിക്കുന്നുണ്ട്. പഴങ്ങളില് നമ്മള് 2-3 തരം പഴങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, അതേതൊക്കെയാണ്? സിമ്പിൾ ഫ്രൂട്ട്, ഫാൾസ് ഫ്രൂട്ട്, അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മള് സിംഗിൾ ഫ്രൂട്ട്, അഗ്രിഗേറ്റ് ഫ്രൂട്ട്, ഫാൾസ് ഫ്രൂട്ട്. ഓക്കെ. അപ്പോ ഇതിന് ഉദാഹരണങ്ങൾ തന്നിട്ട് എന്ത് ചെയ്യാം, അതിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ സിമ്പിൾ ഫ്രൂട്ടിന് എന്താ പറയാ ഏതാണ് കൂട്ടത്തിലുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ആ കൂട്ടത്തില് സിമ്പിൾ ഫ്രൂട്ട് അല്ലാത്ത ഫ്രൂട്ട് ഏതാണ്? ബാക്കിയുള്ളവര് മൈക്ക് ഓഫ് ആക്കി വെക്കും കേട്ടോ, എന്നാലും എല്ലാവർക്കും കേൾക്കുള്ളൂ. അപ്പൊ ഫ്രൂട്ട്സിന്റെ കാര്യത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. സിമ്പിൾ ഫ്രൂട്ട്, അഗ്രിഗേറ്റ് ഫ്രൂട്ട്, അതുപോലെ മലയാളത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഈ ടേംസുകൾ വാക്കുകൾ മലയാളത്തിൽ പറയാം അല്ലേ? ഓക്കെ. Yes. ലഘുഫലം, പുഞ്ചഫലം, പിന്നെ അഗ്രിഗേറ്റ് ഫ്രൂട്ടിന് എന്താ നമ്മൾ പറയാ? സംയുക്ത ഫലം. സംയുക്ത ഫലം. ഇവയ്ക്ക് ഉദാഹരണം തരും. 3 ഒരേപോലെയുള്ളതും പിന്നെ 1 വ്യത്യസ്തമായിട്ടുള്ള ഉദാഹരണം. എന്നിട്ട് ആ കൂട്ടത്തിൽ നിന്ന് നമുക്ക് ഏതാണെന്നുള്ള ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം ഫലങ്ങളുടെ കാര്യത്തിൽ. പിന്നെ ഇതില് കാർഷിക മേഖലയിൽ പ്രധാനപ്പെട്ട വരുന്ന കാര്യമാണ് പോളിനേഷനും കൃത്രിമ പരാഗണവും. ഓക്കെ, അവിടുന്ന് സ്റ്റേറ്റ്മെന്റും അതേപോലെ അതിന്റെ കാരണവും. പ്രസ്താവന, കാരണം, സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. സ്റ്റേറ്റ്മെന്റും അതിന്റെ റീസണും. പോളിനേഷൻ, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, ആ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ്മെന്റ് എന്താ പറയാ, അതിന്റെ റീസൺ, പ്രസ്താവന, കാരണം രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം. മലയാളം പറയാൻ പറ്റുമോ? ഞാൻ ഇപ്പൊ മലയാളവും പറയുന്നുണ്ട്, ഇംഗ്ലീഷും പറയുന്നുണ്ട്. സാർ, ഹിബിസ്കസിന്റെ പിഗ്മെന്റ് ഏതായിരുന്നു? റെഡ് കളറിൽ ഏതാ പിഗ്മെന്റ്? റെഡ് കളർ നൽകുന്ന പിഗ്മെന്റ് ഏതാണ്? അതന്നെയാണ്. അതെ, ആന്തോസയാനിൻ. ഇപ്പൊ ചുവപ്പ് നിറത്തിലുള്ള പൂവ്, ചുവപ്പ് നിറത്തിലുള്ള പഴങ്ങള്, ഇവർക്കൊക്കെ ചുവപ്പ് നിറം കൊടുക്കുന്നത് ആന്തോസയാനിൻ ആണ്. അതുപോലെ മഞ്ഞ നിറത്തിലുള്ള പൂവ്, മഞ്ഞ നിറത്തിലുള്ള കായകള്, മഞ്ഞ നിറത്തിലുള്ള ചെടിയുടെ ഭാഗങ്ങള്, ഇവർക്കൊക്കെ ഈ പിഗ്മെന്റ് കൊടുക്കുന്ന ആരാണ്? ഓക്കെ. അപ്പൊ നമ്മുടെ ചോദിച്ചോളൂ, വേഗം ചോദിച്ചോളൂ. 5ത്തെ 6ത്തെ ടെക്സ്റ്റ് ബുക്കത്തെ വരുമോ? 5ലെയും 6ലെയും പ്രധാനമായിട്ട് 7ാം ക്ലാസ്സിലത്തെ ചോദ്യങ്ങളാണ് ചോദിക്കുക. പക്ഷെ എന്താണ്, നിങ്ങൾ 6ലെയും 5ലെയും ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അതിന്റെ തുടർച്ചയാണ് നമ്മുടെ 7ാം ക്ലാസ്സിലുള്ളത് കേട്ടോ. അപ്പൊ ഇതൊക്കെ കാർഷിക മേഖലയിൽ വരുന്നതാണ്. അപ്പൊ ഇതെന്ത് ചെയ്യുക, അത് മൊത്തമായിട്ട്. പക്ഷെ സിലബസ് മാറി. 7ാം ക്ലാസ് എന്നല്ലേ കൂടുതലായിട്ട് ചോദിക്കുക. അതിന്ന് ജസ്റ്റ് എന്ത് ചെയ്യാ, ഇതോ അതിന്റെ കൂടെ പഠിച്ചു വെക്കാം, മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു പോണത് കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ചോദിച്ചോളൂ, ഞാൻ ചോദിച്ചോളൂ. 5ന്റെ 6ന്റെ സിലബസ് പഠിക്കുമ്പോൾ ഞങ്ങൾ പഠിച്ച സിലബസ് ആണോ പഠിക്കേണ്ടത്, അതോ ഇപ്പോഴത്തെ? അല്ല, നമ്മുടെ ഈ വർഷത്തെ എന്താണോ സിലബസ് പറഞ്ഞിരിക്കുന്നത് അത് പഠിക്കുക. അതിന്റെ കൂടെ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, 6ലെയും 5ലെയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, അത് ചേർത്ത് പഠിക്കുക, മനസ്സിലാക്കുക. ഇതെല്ലാം ഒരു ഇതിൽ വരുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ചെടികളായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണല്ലോ, അതുകൊണ്ട് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മുടെ 7ാം ക്ലാസ്സിലെ 3ാമത്തെ പാഠം നോക്കൂ. ആസിഡ് ആൻഡ് ആൽക്കലി, അതുപോലെ കറണ്ട്, ഇലക്ട്രിസിറ്റിന്റെ ഭാഗം. അതില് നമ്മള് എന്താ പറയാ, ആസിഡുകൾ എന്താന്ന് പഠിക്കുന്നുണ്ട്, ആൽക്കലി എന്താന്ന് പഠിക്കുന്നുണ്ട്. ഈ ആസിഡുകൾക്കും ആൽക്കലികൾക്കും ഉദാഹരണം നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ വീര്യം കൂടിയ ആസിഡുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. വീര്യം കുറഞ്ഞ ആസിഡുകളും വീര്യം കൂടിയ ആസിഡുകളും. അതെ, വീര്യം കുറഞ്ഞ ആസിഡുകളാണ് ഏതൊക്കെ? ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ മറന്നിട്ടില്ല എന്ന് മനസ്സിലായി. കാരണം നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള എല്ലാ ആസിഡും എന്താണ്? വീര്യം കൂടിയതാണ്, വീര്യം കുറഞ്ഞ ആസിഡുകളാണ്. ഭക്ഷണ പദാർത്ഥത്തിലെല്ലാം അടങ്ങിയിട്ടുള്ളത് വീര്യം കുറഞ്ഞ ആസിഡാണ്. ഇപ്പൊ നമ്മുടെ നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? സിട്രിക് ആസിഡ് ആണ്. അതുപോലെ നമ്മുടെ തൈരിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ലാക്റ്റിക് ആസിഡ്. അതുപോലെ നമ്മുടെ പുളിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്
ടാർട്ടാറിക് ആസിഡ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ നമ്മുടെ ആപ്പിളിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് മാലിക് ആസിഡ്. പിന്നെ നമ്മള് അച്ചാറ് കേടുവരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒഴിക്കില്ലേ ഒരു ആസിഡ്, വിനാഗിരിയിലുള്ളത് അസറ്റിക് ആസിഡ്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ അത് ആശയം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള ആസിഡുകളെല്ലാം വീര്യം കൂടിയിട്ടുള്ള ആസിഡാണ്. ഇനി എവിടെയാണെങ്കിൽ നമ്മൾ വീര്യം കൂടിയിട്ടുള്ള ആസിഡ് ഉപയോഗിക്കുക? ലബോറട്ടറികളില്. പരീക്ഷണശാലകളിലാണ് നമ്മൾ വീര്യം കൂടിയിട്ടുള്ള ആസിഡുകൾ ഉപയോഗിക്കുക. നമ്മൾ പ്രധാനമായിട്ടും 3 എണ്ണമാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് 7ാം ക്ലാസ്സിൽ. എന്താണ്? സൾഫ്യൂരിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നിട്രിക് ആസിഡ്, ഈ സിട്രിക് ആസിഡും അസറ്റിക് ആസിഡ് ഒക്കെ വീര്യം കുറഞ്ഞ ആസിഡുകളാണ്. അത് ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് അത് ഉണ്ടാവുക. പക്ഷെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടല്ലോ, വീര്യം കൂടിയ ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതുപോലെ സൾഫ്യൂരിക് ആസിഡ്, അതുപോലെ നൈട്രിക് ആസിഡുകൾ. ഇത് നമ്മൾ പരീക്ഷണശാലകളിലാണ് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ ഓരോരോ വസ്തുക്കൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡസ്ട്രികളിൽ, വ്യവസായശാലകളിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രികളിലാണ് നമ്മൾ വീര്യം കൂടിയ ആസിഡ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ദഹനത്തിന് വീര്യം കൂടിയതല്ലേ ഉപയോഗിക്കുക? അത് ഞാൻ പറയാം. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ വയറ്റിലുള്ള ആസിഡിനെ പറ്റിയിട്ട് ഇത് പറഞ്ഞതിന് ശേഷം പറയാം. ഓക്കെ ഓക്കെ. അപ്പോ വീര്യം കൂടിയ ആസിഡുകളും ഉണ്ട്, വീര്യം കുറഞ്ഞ ആസിഡുകളും ഉണ്ട് കേട്ടോ. അപ്പൊ ഇതില് എന്താണ് വീര്യം കൂടിയ, ഇതില് ചിലപ്പോ ഇത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായത് ഒരു ഭാഗം, അല്ലെങ്കിൽ എളുപ്പമുള്ള ഒരു ചോദ്യമായത് കൊണ്ട് തന്നെ വീര്യം കൂടിയ ആസിഡും വീര്യം കുറഞ്ഞ ആസിഡുകളും തന്നിട്ട് അതൊന്ന് എന്ത് ചെയ്യാം, കണ്ടെത്താൻ വേണ്ടി ചോദിക്കാം. അത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഇനി എങ്ങനെയായിരിക്കും ഒരു ബുദ്ധിമുട്ടുള്ള ചോദ്യം ചോദിക്കുക? ഫിനോപ്തിലിൻ ആഡ് ചെയ്താൽ ഏത് കളർ? അതെ അതെ അതെ. സ്ട്രോങ് ആസിഡ്സിന്റെ യൂസ് ചെയ്യുന്നതിലൊക്കെ ആസിഡിന്റെ സ്വഭാവം, അതുപോലെ എന്താ പറയാ, നമ്മുടെ എന്താ പറയാ മീഥൈൽ ഓറഞ്ച് ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ മാറ്റം വരുന്നത്, പൊതു സ്വഭാവം, അങ്ങനത്തെ ക്യാരക്ടറിസ്റ്റുകൾ ഉണ്ടല്ലോ. ഓരോ വസ്തുക്കളായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സാർവിക സൂചനം. ലാബോറട്ടറിയിലെ ആസിഡും ബേസുകളിലും ഏതൊക്കെ തരം? ഇതില് ഇപ്പൊ അപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് റീസൺ എന്നുള്ള ഒരു ഇത് നമുക്ക് പ്രതീക്ഷിക്കാം. ആസിഡ് ബേസിലുള്ളത് വിറ്റാമിൻ ആസിഡ്. അതെ, വിറ്റാമിൻസ്. ഇത് പറയട്ടെ, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വിറ്റാമിൻ സിന്റെ കാര്യം പറയാം. അതായത് പ്രസ്താവന കാരണം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് റീസൺ എന്നുള്ള നിലയ്ക്ക് സ്ട്രോങ് ആസിഡോ അല്ലെങ്കിൽ വീക്ക് ആസിഡോ അതിന്റെ എന്തെങ്കിലും ഒരു എന്താ പറയാ പ്രത്യേകതകൾ തന്നിട്ട് എന്ത് ചെയ്യാം, ചോദിക്കാം. സൂചകങ്ങൾ മനസ്സിലാവുണ്ടോ? ഒന്നും കൂടി പറയൂ സാറേ. അതായത് എന്താ പറയാ സ്റ്റേറ്റ്മെന്റ് റീസൺ എന്നുള്ള അങ്ങനത്തെ ഒരു ചോദ്യങ്ങൾ നമ്മൾ വരുന്നു പറഞ്ഞല്ലോ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കണ്ടല്ലോ, ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും ചോദിച്ചല്ലോ. അതുപോലുള്ള ചോദ്യം നമുക്ക് ഈ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഈ പാഠത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ വർഷവും ആസിഡ് ആൽക്കലി എന്നുള്ള പാഠത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ നേരത്തെ ഇപ്പൊ ഒരു കുട്ടി ചോദിച്ചല്ലോ വിറ്റാമിൻ സിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. വിറ്റാമിൻ സിയുടെ മറ്റൊരു പേരെന്താണ്? അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡിന്റെ മറ്റൊരു പേരെന്താണ് എന്നുള്ളൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. വിറ്റാമിൻ സി. വിറ്റാമിനുകളെ കുറിച്ചിട്ട് നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്? 6ാം ക്ലാസ്സിൽ പോഷക ഘടകത്തിൽ നമ്മൾ വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പോഷക ഘടകങ്ങൾ എന്നുള്ളത്. അപ്പോ ഈ പാഠത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു എളുപ്പമുള്ള ഒരു ചോദ്യം, വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. 1 മാർക്ക് നമുക്ക് എന്ത്
ചെയ്യാം? നമ്മുടെ കോമൺ സെൻസോ നമ്മുടെ ചെറിയ അറിവ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർക്കാണ് എന്ത്? വിറ്റാമിൻ സിയുടെ മറ്റൊരു പേരെന്ത്? അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡിന്റെ മറ്റൊരു പേരെന്ത്? അതെ, അത് വളരെ എന്താണ്, വീര്യം കുറഞ്ഞൊരു ആസിഡും കൂടിയാണ് എല്ലാ ആസിഡുകളും അസ്കോർബിക് ആസിഡ് എന്ന് പറയുന്നത്. എല്ലാ ബേസുകളും കാരരുചിയാണ്. അതെ. സാറേ മുന്തിരിക്ക് ടാർട്ടാറിക് അല്ലേ? അതെ അതെ, മുന്തിരിക്ക് പുളിപ്പ് രുചിയാണ്. ആപ്പിളിലുള്ളത് ഭക്ഷ്യവസ്തുക്കളിലുള്ള ആസിഡുകളുടെ പേര് കാണാതെ പഠിച്ചു വെക്കാം. ഇനി ഇവ എന്താണ്? വീര്യം കുറഞ്ഞ ഇത് വീര്യം കുറഞ്ഞ ആസിഡ് ആണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള ധാരണ എന്ത് വേണം? നമുക്ക് വേണം. എങ്കിൽ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഫുഡ് ഐറ്റംസിന്റെ ആസിഡ് വരുമോ? ഫുഡ് ഐറ്റത്തിലുള്ള ആസിഡുകൾ കാണാതെ പഠിച്ചു വെക്കുക. മനസ്സിലായോ? ഇതിനൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അധികം സമയം ചെലവാക്കാൻ പാടില്ല. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? വേഗം ബബിൾ ചെയ്തിട്ട് ഒരു മാർക്ക് വാങ്ങിയിട്ട് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകണം. അപ്പുറത്ത് എന്തുണ്ട്? വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ അപ്പുറത്ത് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വളരെ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഇതിന് നമ്മൾ സമയം കളയാൻ പാടില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മൊത്തം പരീക്ഷയിൽ നമ്മൾ പരീക്ഷ കൈകാര്യം ചെയ്യേണ്ടത്. ഇങ്ങനെയാണ്. എളുപ്പമുള്ള ചോദ്യത്തിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആലോചിച്ച് സമയം കളയാൻ പാടില്ല. പെട്ടെന്ന് അതിന്റെ ഉത്തരം എഴുതുക. അടുത്ത ബുദ്ധിമുട്ടുള്ള ചിന്തിച്ച് എഴുതേണ്ട ചോദ്യം അപ്പുറത്ത് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതെ, അതിൽ നിന്നാണ് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പ്രസ്താവന കാരണം, സ്റ്റേറ്റ്മെന്റ് റീസൺ എന്നുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞത്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് റീസൺ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 3ഓ 5ഓ ചോദ്യങ്ങൾ ആ രീതിക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. സയൻസിലും പ്രതീക്ഷിക്കാം, സോഷ്യലിലും പ്രതീക്ഷിക്കാം. അപ്പൊ ഇതില് നോക്കൂ, എന്തായാലും പോഷകാഹാരത്തിന്റെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി. പോഷകാഹാരത്തിൽ നമുക്ക് പ്രധാനമായിട്ടും 6 എണ്ണം വരുന്നുണ്ട്. 6 പോഷകാഹാരങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഏതൊക്കെ ഭക്ഷണത്തിലാണ് ഇവ ഉൾപ്പെട്ടിട്ടുള്ളത് നമ്മൾ ഓൾറെഡി 6ൽ പഠിച്ചു കഴിഞ്ഞതാണ്. കഴിഞ്ഞ വർഷം പഠിച്ചു കഴിഞ്ഞു അല്ലെ? സോഷ്യലിന്റെയും മാത്സിന്റെയും വരുമോ? അത് നിങ്ങൾക്ക് നാളെ സോഷ്യൽ ടീച്ചറും സയൻസ് ടീച്ചറും പറഞ്ഞു തരും. ഞാൻ ജസ്റ്റ് ലാസ്റ്റ് അവസാനം പറഞ്ഞുതരാം എങ്ങനെയൊക്കെ ആയിരിക്കാം വരിക എന്നുള്ളത്. ഇപ്പൊ നമുക്ക് പോഷകാഹാരത്തിന്റെ കാര്യം വേഗം ഒന്ന് പറയാം. ഏതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോഷകാഹാരങ്ങൾ? വിറ്റാമിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സാധനം അവിടെ ഉണ്ട്. വെരി ഗുഡ്, കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോഷക ഘടകമാണ് ഇത്. പ്രോട്ടീൻ. നമ്മള് മുട്ട, മാംസം അങ്ങനെയുള്ള പയർവർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം. അതെ അതെ, മിടുക്കൻ. ഡെയിലി 2 മുട്ട കഴിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോ ഓക്കെ നല്ലതാണ് കേട്ടോ. അപ്പോ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോഷക ഘടകമാണ് നമ്മുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോട്ടീൻ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പോഷക ഘടകം കൂടിയുണ്ട്. ഏതാണെന്നറിയോ? അല്ല, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്. വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് മനസ്സിലായോ? ഇത് ഈ സാധനം നമ്മൾ ഭക്ഷണത്തിൽ കൂടെ കഴിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതിന് സപ്ലിമെന്റ് കഴിക്കണം. നമ്മുടെ ശരീര പ്രവർത്തനത്തിനും അല്ലെങ്കിൽ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രോട്ടീൻ പോലെ തന്നെ ശരീര വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ് പ്രോട്ടീൻ. ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക്, ശരീരം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന കാണുന്ന പോലെ ചെറിയൊരു സാധനമല്ല. ഉള്ളില് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്ന വലിയൊരു സിസ്റ്റമാണ് നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്താ പറയാ, 6ാം ക്ലാസ്സിൽ സ്കെൽട്ടൽ സിസ്റ്റം പഠിക്കുന്നുണ്ട്, 7ാം ക്ലാസ്സിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം പഠിക്കുന്നുണ്ട്, അതേപോലെ ശ്വസന വ്യവസ്ഥ റെസ്പിറേറ്ററി സിസ്റ്റം പഠിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ നെർവസ് സിസ്റ്റം പഠിക്കുന്നുണ്ട്, നാഡീ വ്യവസ്ഥ പഠിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ വിസർജ്ജ വ്യവസ്ഥ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ സിസ്റ്റങ്ങളെയൊക്കെ നമ്മൾ ഇവിടെ പരിചയപ്പെടുക മാത്രമേ ചെയ്യുന്നുള്ളൂ. സിസ്റ്റങ്ങൾ പരിചയപ്പെടുക. ഈ സിസ്റ്റങ്ങളിൽ ബ്ലഡ് സർക്കുലേഷൻ എടുക്കാൻ ഞാൻ വിട്ടുപോയതാണ് ഇപ്പൊ നീ പറഞ്ഞത്. ബ്ലഡ് സർക്കുലേഷൻ ഇപ്പൊ തന്നെ 5-6 വ്യവസ്ഥകളുണ്ട്. ഈ വ്യവസ്ഥകളെ നമ്മൾ എന്താണ്, ഈ വ്യവസ്ഥകളുടെ പേര് പരിചയപ്പെടുക, ഇതിലുള്ള ഭാഗങ്ങൾ നമ്മൾ പരിചയപ്പെടുക.
ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ശരിക്കുള്ള ശരീരത്തിന്റെ ഉള്ളിലുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ എല്ലാം എന്താണ്, അത് നിരന്തരം ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ്. ഇത് കൂടാതെ നാലഞ്ച് സിസ്റ്റം വേറെ ഉണ്ട്. അത് നമ്മൾ 9ാം ക്ലാസ്സിലും അതേപോലെ ഹയർ സെക്കൻഡറിയിലൊക്കെയാണ് അത് പഠിക്കാനുള്ളൂ. UP ക്ലാസ്സിൽ ഈ 5-6 സിസ്റ്റങ്ങളെ നമ്മൾ ജസ്റ്റ് പരിചയപ്പെടുന്ന മാത്രമേ ഉള്ളൂ. അതിലെ അവയവങ്ങളുടെ ഭാഗം 7ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിക്ക് ഓരോ അവയവങ്ങളുടെ പേര്, അവയവങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു, ഏത് ഭാഗത്താണ് ഈ അവയവം ഉള്ളത് എന്നുള്ളതിനെയൊക്കെ പറ്റിയിട്ട് അത്യാവശ്യം വ്യക്തമായിട്ടൊരു ധാരണയുണ്ടാവും. അപ്പൊ ഈ സിസ്റ്റങ്ങളുടെ എല്ലാം ശരിയായിട്ടുള്ള പ്രവർത്തനത്തിന് എന്ത് വേണം നമുക്ക്? എനർജി, എനർജി വേണം. അതാണ് പോഷകാഹാരം. ഈ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് എനർജിയാണ് കിട്ടുന്നത്. വിറ്റാമിന്, നമ്മുടെ അരി ഭക്ഷണം അതേപോലെ ഗോതമ്പ് ഭക്ഷണം ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്താണ് കിട്ടുന്നത്? എനർജി കിട്ടുന്നുണ്ട്. എനർജി ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓടാൻ പറ്റുള്ളൂ. ഓടിച്ചാടി കളിക്കാൻ പറ്റുള്ളൂ, അതുപോലെ പഠിക്കാൻ പറ്റുള്ളൂ, ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അല്ലെ? ഇപ്പൊ സ്വിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാനോ ലൈറ്റോ തിരിയണമെങ്കിൽ എന്ത് വേണം? വൈദ്യുതി ഊർജം വേണം. ഇതുപോലെ തന്നെയാണ് പോഷകാഹാരം. പോഷകാഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ്, എനർജി എന്ന് പറയുന്ന സാധനം. ഓക്കെ. അതുപോലെ ശരീര വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനമാണ് നമ്മുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഏതൊക്കെ ഭക്ഷണത്തിലാണ് അടങ്ങിയിരിക്കുന്നത് എന്നും കൂടെ നമ്മൾ പഠിക്കേണ്ട. അവിടെ കാർബോഹൈഡ്രേറ്റ് ഏതൊക്കെ ഭക്ഷണത്തിലുണ്ട്, കാർബോഹൈഡ്രേറ്റിന്റെ വ്യത്യസ്ത രൂപങ്ങൾ ഏതൊക്കെയാണ്, അതുപോലെ പ്രോട്ടീൻ ഏതൊക്കെ ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ നമുക്കൊരു ദിവസത്തെ പ്രവർത്തനത്തിന് എത്ര പ്രോട്ടീൻ ആവശ്യമാണ്. അപ്പൊ ഇതിനെ പറ്റിയിട്ടൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണ വേണം. പിന്നെ അതുപോലെ വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്, ഇതും നമ്മുടെ ദൈനംദിന പ്രവർത്തനത്തിനും ദൈനംദിന ആവശ്യത്തിനും വേണ്ടതാണ്. ശരീര പ്രവർത്തനത്തിന് ആവശ്യമുള്ള സാധനമാണ്. അപ്പൊ ഇതിന്റെ ഈ വിറ്റാമിനുകളുടെ പേര് വ്യക്തമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. നമുക്കൊരു ചോദ്യം അതൊന്ന് പ്രതീക്ഷിക്കാം. പോഷകാഹാരം എന്നുള്ള വിഷയത്തിന്റെ ഉള്ളിൽ വരുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെയാണ് വെള്ളത്തിലും കൊഴുപ്പിലും വലിയുന്ന വിറ്റാമിനുകളാണത്. വെള്ളത്തിലും കൊഴുപ്പിലും വലിയുന്ന വിറ്റാമിനുകൾ. അപ്പൊ അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, എന്തിനാണ് നമ്മൾ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കേണ്ടത്? ഒരു ചോദ്യം അവിടെയാണ് വരുന്നത്. ആ പാഠഭാഗം പഠിക്കുമ്പോൾ വിറ്റാമിനുകളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് കൊഴുപ്പിൽ അലിയുന്നതും പിന്നെ വെള്ളത്തിൽ അലിയുന്നതും, അല്ലേ? അപ്പൊ അതില് കൊഴുപ്പിൽ അലിയുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? ADEK എന്ന് പറയുന്ന ഈ 4 ആൾക്കാർ മാത്രമേ എന്തിലലിയുള്ളൂ? കൊഴുപ്പിലലിയുള്ളൂ. അപ്പൊ ഈ കൊഴുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ, ഇത് നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലേ ഇവന്മാരെ നമുക്ക് നമ്മുടെ ശരീരത്തിന് കിട്ടുള്ളൂ. പിന്നെ അത് ബാക്കിയുള്ള വിറ്റാമിനുകളാണ്. ഇപ്പൊ B കോംപ്ലക്സ് വിറ്റാമിൻ, B വിറ്റാമിനുകളുണ്ട്. ഇപ്പൊ ബിയിൽ തന്നെ കുറെ ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ പിന്നെ വിറ്റാമിൻ C വരുന്നുണ്ട്. വിറ്റാമിൻ K എന്തിനാ നമ്മൾ ഉപയോഗിക്കുക? എന്തിനാ നമുക്ക് K ആവശ്യമുള്ളത്? വെരി ഗുഡ്. നമ്മൾക്ക് മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ട വിറ്റാമിനാണ് ആര്? ഇവനില്ലെങ്കിൽ എന്ത് സംഭവിക്കും? രക്തം കട്ട പിടിക്കാതെ ഇങ്ങനെ ഒഴുകി പോവും. ഓക്കെ. പിന്നെ വേറെ ഏതാ വിറ്റാമിൻ പറഞ്ഞത് അതില്? സി പറഞ്ഞു. വിറ്റാമിൻ C അസ്കോർബിക് ആസിഡ് ആണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. വിറ്റാമിൻ A വളരെ പ്രധാനപ്പെട്ട ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ A. ആൽഫബറ്റിലെ ഏറ്റവും ആദ്യത്തെ അക്ഷരമാണ് A എന്ന് പറയുന്നത്. എന്തിനാണ് ഈ വിറ്റാമിൻ A നമുക്ക് ആവശ്യം? എന്താ അവന്റെ ആവശ്യം? കണ്ണിന്റെ കാഴ്ചക്കുള്ള നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന അസുഖം വരാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിശാന്തത വരാതിരിക്കണമെങ്കിൽ നമുക്ക് ഏത് വിറ്റാമിൻ വേണം? വിറ്റാമിൻ A എന്ന് പറഞ്ഞ വിറ്റാമിൻ വേണം, അല്ലെ? ഇത് ഏത് തരം ഭക്ഷണത്തിലാണ് ഈ വിറ്റാമിൻ A ഉള്ളത്?
മിടുക്കൻ. ഇലക്കറികളിലാണുള്ളത് കേട്ടോ. ഇലക്കറികൾ. നമ്മുടെ ചീര, അതുപോലെ മുരിങ്ങ, ഏതൊക്കെ ഇലക്കറികൾ? പയറല, പയറല. മത്തനില. പൊതുവായിട്ട് ഇൻ ജനറൽ അല്ലെങ്കിൽ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഇലക്കറികളിൽ അടങ്ങിയിട്ടുള്ളതാണ് വിറ്റാമിൻ എ എന്ന് പറയുന്നത്. നമ്മൾ ആഴ്ചയിൽ 1-2 ദിവസം നിർബന്ധമായിട്ടും കഴിക്കേണ്ട സാധനമാണ് വിറ്റാമിൻ എ. ഇലക്കറികൾ. അതെ, ഇലക്കറികൾ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, നിങ്ങൾ കഴിക്കാറുണ്ടോ? ആഴ്ചയിൽ ദിവസമാണ് സാറേ. ഓക്കെ, അപ്പൊ കഴിക്കാത്തവർ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ആഴ്ച, ഈ ആഴ്ച മുതൽ എന്ത് ചെയ്യുക, ആഴ്ചയിൽ 2 ദിവസം ഇലക്കറികൾ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക. അതുപോലെ എല്ലാ വിറ്റാമിനുകളും നമുക്ക് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഓക്കെ സാറേ കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പോഷകാഹാരത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ അതൊന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാർഷിക മേഖല പോലെ തന്നെ, ആസിഡ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പോഷകാഹാരം. വിറ്റാമിൻസ് മാത്രമല്ല, എല്ലാം വരും അതിലേക്ക്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, വിറ്റാമിൻ, മിനറൽസ്, ഫാറ്റ്. അതുപോലെ മിനറലുകളില് മിനറൽ വിറ്റാമിൻ അല്ല കേട്ടോ. ഇനി മിനറലുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മുടെ ശരീര പ്രവർത്തനത്തിന് അല്ലെങ്കിൽ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് 6ാം ക്ലാസ്സിൽ വരുന്നതാണ് പോഷകാഹാരം. അത് പോഷകേതര ആഹാരങ്ങളാണ്. ശരീര പ്രവർത്തനത്തിന് ആവശ്യമുള്ള പോഷക ഘടകമല്ലാത്ത ആഹാരമാണ് പോഷകേതര ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് നമ്മുടെ പച്ചവെള്ളവും വെള്ളവും അതുപോലെ നാരുകളും. സോഷ്യലി എന്ന പഠിപ്പിക്കുക. സോഷ്യൽ വരും. ഇപ്പൊ നമ്മൾ സയൻസ് ആണ് ചർച്ച ചെയ്യണത്. അപ്പൊ നമ്മൾ സയൻസ് വിഷയത്തിന്റെ ഉള്ളിലിരിക്കുക. അത് കഴിഞ്ഞ് ലാസ്റ്റ് 5 മിനിറ്റ് പറഞ്ഞുതരാം സോഷ്യലിനെ പറ്റിയിട്ടും മാത്സിനെ പറ്റിയിട്ടും. അപ്പൊ പോഷകേതര ഘടകത്തിൽ വരുന്ന 2 പ്രധാനപ്പെട്ട എന്താ പറയാ വസ്തുക്കളാണ് ഏതൊക്കെ? വെള്ളവും ഫൈബറും. വെള്ളവും നാരും. അതൊന്നും ജസ്റ്റ് മനസ്സിലാക്കണതേ ഉള്ളൂ. പക്ഷെ അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ പോഷക ഘടകങ്ങളാണ് ആ ഭാഗത്ത് പ്രധാനപ്പെട്ടത് കേട്ടോ. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്. ഏതാ പറയേണ്ടത്? പോഷകേതര ഘടകങ്ങളിൽ വരുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഫൈബറും വെള്ളവും. അപ്പൊ ഒരു ദിവസം നമ്മൾ എന്താണ് ഏകദേശം ഒരു 2.5 ലിറ്ററോളം വെള്ളം കുട്ടികൾ കഴിക്കണം എന്ന് പറയുന്നുണ്ട്. 2.5 ലിറ്ററും അതുപോലെ 3 ലിറ്ററോളം വെള്ളം മുതിർന്ന വ്യക്തികളും കഴിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഭാഗങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക. അതുപോലെ നമ്മുടെ കുടലിന്റെ പ്രവർത്തനത്തിന് ആവശ്യമുള്ള സാധനമാണ് ഏത്? ഡൈജഷന് സഹായിക്കുന്നതാണ് നാരുകൾ. നമ്മുടെ വാഴയുടെ ഉള്ളിലുള്ള ഉണ്ണിപ്പിണ്ടിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് നാരുകൾ. അപ്പൊ അത് കുടലിന്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്നതാണ്, ശരിയായ ദഹനത്തിന് സഹായിക്കുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവിടെ മനസ്സിലാക്കാനുള്ളത്. അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക ആ ഭാഗങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ പോഷക ഘടകങ്ങൾ എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്, വിറ്റാമിൻസ്, മിനറലുകൾ അല്ലേ? ഓക്കെ. അപ്പൊ ഇതില് നമ്മള് ചർച്ച ചെയ്യാത്ത ഒരു ഭാഗമാണ് നമ്മുടെ എന്താ പറയാ മിനറലുകൾ എന്ന് പറഞ്ഞ ഭാഗം. അപ്പൊ നമ്മുടെ ശരീര പ്രവർത്തനത്തിന് ആവശ്യമുള്ള കുറച്ച് മിനറലുകൾ ഉണ്ട്. അതേതൊക്കെയാണ്? കാൽസ്യം, സോഡിയം, അയോഡിൻ. ഓക്കെ, ഞാൻ ജസ്റ്റ് ചോദിക്കാം. അപ്പൊ നമ്മുടെ പല്ലിന്റെ ആരോഗ്യത്തിന് ആവശ്യമുള്ള അല്ലെങ്കിൽ ആവശ്യമുള്ള മിനറൽ ഏതാണ്? കാൽസ്യം. ഓക്കെ, വെരി ഗുഡ്. അതുപോലെ നമ്മുടെ എല്ലിന് ബലം കൊടുക്കുന്ന മിനറൽ ഏതൊക്കെയാണ്? നീ അതൊന്ന് ഓഫാക്കി വെക്കുക. ഇടയിൽ കൂടെ ഓരോന്ന് വിളിച്ചു പറയണ്ട. അത് ഓഫാക്കി വെക്ക്. നമ്മുടെ എല്ലിന് ബലം കൊടുക്കുന്ന മിനറലുകൾ ഏതൊക്കെയാണ്? അല്ലെങ്കിൽ എല്ലിന്റെ ആരോഗ്യത്തിന് ആവശ്യമുള്ള മൂലകം. കാൽസ്യവും ഫോസ്ഫറസും ആണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ അതുപോലെ സൺഷൈൻ വിറ്റാമിൻ എന്ന് പറയുന്ന വിറ്റാമിൻ ഏതാണ്? നമ്മൾ രാവിലെ നേരത്തെ സൂര്യപ്രകാശം കുറച്ച് കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്ന വിറ്റാമിൻ ഡി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് കഴിക്കണം? വിറ്റാമിൻ ഡിയുടെ ഗുളിക വാങ്ങിച്ച് കഴിക്കണം. മീനെണ്ണ ഗുളിക പോലുള്ള ഗുളികകൾ നമ്മൾ എന്ത് ചെയ്യണം?
വാങ്ങിച്ചു കഴിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിന് വേണ്ട വിറ്റാമിൻ കിട്ടും. അതാത് ദിവസത്തെ വിറ്റാമിൻ നമുക്ക് കിട്ടും. ഇനി നോക്കൂ, നമ്മുടെ ശരീരത്തിലെ രക്തത്തിലുള്ള വിറ്റാമിൻ ഏതാണ്, അല്ല മിനറൽ ഏതാണ്? അയൺ, ഇരുമ്പ്. ഇരുമ്പാണ് നമ്മുടെ രക്തത്തിലുള്ള മിനറൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇരുമ്പും അതുപോലെ ഇരുമ്പിന്റെ കൂടെ ഒരു പ്രോട്ടീനും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഹീമോഗ്ലോബിൻ. അതാരാ പറഞ്ഞത്? ഇപ്പോ ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നു എന്നുള്ളത് അതാരാ പറഞ്ഞത്? ഓക്കെ, വെരി ഗുഡ്. അത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ 2025 US പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം ആണ് എന്ന് എനിക്കൊരു ചെറിയൊരു ഓർമ്മ ഉണ്ട്. അടിസ്ഥാന ശാസ്ത്രത്തിലുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകളൊക്കെ അത്യാവശ്യം വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ ഈ ഒരു സന്ദർഭത്തില് കഴിഞ്ഞ 10 വർഷത്തെ അല്ലെങ്കിൽ 5 വർഷത്തെ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. മുൻ വർഷത്തെ ചോദ്യങ്ങൾ വായിച്ചിട്ട് ഇതാക്കിയിരിക്കുക. അപ്പൊ അതില് കഴിഞ്ഞ വർഷം കണ്ട ഒരു ചോദ്യമാണത്. നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ നിർമ്മാണത്തിന് ആവശ്യമുള്ള മിനറൽ ഏതാണ്? അയൺ ഉണ്ടാകാൻ വേണ്ടിട്ട് കഴിക്കണം. അതെ, നമ്മുടെ ഇപ്പോ ഹീമോഗ്ലോബിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോ എന്താ പറയാ, സ്ത്രീകള് അതുപോലെ കുട്ടികൾക്കൊക്കെ ഡോക്ടർ എന്ത് ചെയ്യാറുണ്ട്? അയേണിന്റെ ഗുളിക എഴുതി കൊടുക്കാറുണ്ട്. ടീച്ചർ 7ാം ക്ലാസ്സിൽ കൊടുക്കലില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഈ വർഷം നിങ്ങൾക്ക് ഇപ്പൊ എല്ലാ വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഒരു ഗുളിക തരാറില്ലേ? സൗജന്യമായി അയൺ ഗുളിക. അത് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരണ്ട. അത് എന്തിനു വേണ്ടിയിട്ടാ തരണത്? ശരീരത്തിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാവാൻ, രക്തം ഉണ്ടാവാൻ വേണ്ടി തരുന്നതാണ്. നമുക്ക് നമ്മുടെ ശരീരത്തിൽ രക്തമില്ലാന്ന് വെക്കുക, ഇരുമ്പില്ലെങ്കിൽ എന്തുണ്ടാക്കാൻ പറ്റില്ല? ഹീമോഗ്ലോബിൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഹീമോഗ്ലോബിൻ ശരീരത്തിൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? രക്തത്തിന് കളറ് ചുവപ്പ് നിറം കൊടുക്കുന്ന പിഗ്മെന്റ് ആണ് ഹീമോഗ്ലോബിൻ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, മിടുക്കന്മാര്. ഹീമോഗ്ലോബിൻ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയോ? നമ്മള് മൂക്ക് കൂടെ ശ്വസിക്കണ വായുവില് ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഇയാളെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണെന്ന് അറിയോ? അതാണ് ശരീരത്തിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പൊ അതില് ഓക്സിജനെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള കോശങ്ങളിലേക്ക് എത്തിക്കുന്ന ആളാണ് ആര്? ഹീമോഗ്ലോബിൻ. ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടാവും. ഹീമോഗ്ലോബിൻ. അപ്പൊ ഈ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, അയണിന്റെ ഭാഗം നിങ്ങൾ നന്നായി പഠിക്കുക. അയണിന്റെ ഭാഗം നന്നായി പഠിച്ചു വെക്കുക. അതിന്റെ കൂടെ തന്നെ മിനറലുകളും പഠിച്ചു വെക്കുക. കാൽഷ്യം അങ്ങനെയുള്ള മിനറലുകളും എന്ത് ചെയ്യുക, വിറ്റാമിനുകൾ എന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഒന്നുകിൽ വിറ്റാമിൻ സിയുടെ മറ്റൊരു പേര് എന്താണ്? അസ്കോർബിക് ആസിഡ്, അല്ലെങ്കിൽ അസ്കോർബിക് ആസിഡിന്റെ മറ്റൊരു പേര് എന്താണ്? അപ്പൊ അത് വിറ്റാമിൻ സി. ഓക്കെ. ഇനി ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഒരു വിറ്റാമിൻ ഉണ്ട്, അല്ലെങ്കിൽ ക്ലോറോഫിൽ ഉള്ള ഒരു വിറ്റാമിൻ ഉണ്ട്. അല്ല മിനറൽ ഉണ്ട്. അതേതാണെന്ന് അറിയോ? ഇരുമ്പല്ല. ഇരുമ്പ് നമ്മുടെ രക്തത്തിലുള്ളതാണ്. മനുഷ്യ ശരീരത്തില് അല്ലെങ്കിൽ മൃഗങ്ങളുടെയൊക്കെ ശരീരത്തില് രക്തത്തിലുള്ളതാണ്. ഫിനോഫിൽ ഒന്നല്ല. ക്ലോറോഫിലാണ് നമുക്ക് ചെടികളുടെ ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്ന പിഗ്മെന്റ് അല്ലെങ്കിൽ വർണ്ണക വസ്തു എന്ന് പറയുന്നത്. ഈ വർണ്ണക വസ്തുവിലുള്ള ഇതേതാണെന്ന് അറിയോ? മിനറൽ ഏതാണെന്ന് അറിയോ? എത്തിലീൻ അല്ല. എത്തിലീനൊക്കെ നമ്മൾ ഇത് പഴുപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ലേ. എന്താണ് സാർ, ഒന്നും കൂടി പറയൂ. ക്ലോറോഫിലുള്ള മിനറൽ ഏതാണ്? അല്ല.
സ്റ്റൊമാറ്റോയിൽ കൂടെ നമ്മുടെ വാതകങ്ങൾ പുറത്തു പോകുന്ന ആ ഒരു ഗ്യാപ്പാണ് സ്റ്റൊമാറ്റോ എന്ന് പറയുന്നത്. മഗ്നീഷ്യമാണ് നമ്മുടെ ഇലകളിലുള്ള മിനറൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് വലിയ ഇത് പ്രധാനപ്പെട്ടതല്ല, അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാന്നുള്ളൂ ഈ മഗ്നീഷ്യം എന്നുള്ളത്. പക്ഷെ അയേണിന്റെ കാര്യത്തിൽ എന്താണ്? അയൺ കുറച്ചും കൂടെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട്. അപ്പൊ അതിലൊരു ശ്രദ്ധ വേണം കേട്ടോ. അതൊന്നും നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഒന്നുകിൽ സ്റ്റേറ്റ്മെന്റ് റീസൺ എന്നുള്ള ഒരു ചോദ്യം പ്രതീക്ഷിക്കുക, പ്രസ്താവന കാരണം. ഓക്കെ ഓക്കെ, ഇനി ഇതിവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് വേഗം പോവാം. വൈദ്യുതി, കറണ്ട്, ഇലക്ട്രിസിറ്റി എന്നുള്ള പാഠമുണ്ടല്ലോ. വൈദ്യുതിയുടെ പാഠം നമ്മൾ പഠിക്കുന്നുണ്ട്. അടിസ്ഥാനമായിട്ടുള്ള വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി, കറണ്ടിന്റെ ലോകം, വൈദ്യുതിയുടെ ലോകം എന്നുള്ള പാഠത്തിൽ നമ്മൾ കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ വേഗം ഒന്ന് പറഞ്ഞു പോവാം. അപ്പൊ നോക്കൂ, നമ്മള് ഓരോ ഉപകരണങ്ങളുടെ നമ്മൾ സിമ്പലുകൾ നമ്മൾ പഠിക്കുന്നുണ്ടോ, ചിഹ്നങ്ങൾ പഠിക്കുന്നുണ്ട്. സ്വിച്ച്, അതേപോലെ ബൾബ്, അതുപോലെ ബാറ്ററി, സെല്ല്, മിനി മോട്ടോർ, അതൊക്കെ നിങ്ങൾ അത് ഉറപ്പിച്ചിട്ടുണ്ടാവും, ഉറപ്പിച്ചിട്ടുള്ള കാര്യമായിരിക്കും അല്ലെ? വളരെ എളുപ്പമുള്ള ഒരു ഭാഗമാണ്. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. അപ്പൊ ഒരു സെല്ലും ഒരു ബാറ്ററിയും തമ്മിൽ എന്താ വ്യത്യാസം? അതിന്റെ സിമ്പലിൽ എങ്ങനെ വ്യത്യാസം വരിക? സെല്ലില് പ്ലസ് മൈനസ് ആയിരിക്കാം, ബാറ്ററിയില് നമ്മള് നോട്ട്ബുക്കിലോ വരയ്ക്കുന്ന സമയത്ത് ഒരു ചെറിയ വരി ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും? ഒരു വലിയ വരി ഉണ്ടാവും അല്ലെ? അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സെല്ല് എന്ന് പറയാ. ഒരു വലിയ വര, ഒരു ചെറിയ വര, അതാണ് സെല്ല് എന്ന് പറയാ. ഒരു സാധനം, ഒരു യൂണിറ്റ്. ഇപ്പൊ നമ്മള് വാച്ചിലൊക്കെ ഇടുമല്ലോ, വാച്ചിലൊക്കെ ഇടുന്ന ഒരു സാധനത്തിനാണ്, ഒരു ബാറ്ററിനാണ് നമ്മൾ എന്ത് പറയാ? സെല്ല് എന്ന് പറയാം. മനസ്സിലായോ? ട്രിപ്പിൾ എ ബാറ്ററി, ഡബിൾ എ ബാറ്ററി ഒക്കെ ഉണ്ടല്ലോ. റിമോട്ടിൽ ഇടുന്ന ചെറിയ ബാറ്ററി, അതേപോലെ നമ്മുടെ വാച്ചിൽ ഇടുന്ന വലിയ ബാറ്ററി. അതില് മുതൽ വരുന്ന സെല്ലിനെ നമ്മൾ എന്ത് പറയുന്നു? ബാറ്ററി എന്ന് പറയുന്നു. 2 3 4 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് നമ്മൾ എന്താ പറയാ? ബാറ്ററി എന്ന് പറയാ. അപ്പൊ അതിലെങ്ങനെയായിരിക്കും നമ്മുടെ സിമ്പിൾ ഉണ്ടാവുക? അതെ, ബാക്കിയുള്ളവർ മൈക്ക് ഓഫ് ആക്കി വെക്കണം കേട്ടോ, ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ സെല്ലുകൾ വന്നാൽ നമ്മൾ അതിനെ ബാറ്ററി എന്ന് പറയും. അപ്പൊ അതിന്റെ സിമ്പലിൽ എങ്ങനെ വ്യത്യാസം വരിക? 2 വലിയ വരയും 2 ചെറിയ വരയും വരും. 2 വലിയ വര, അല്ലെങ്കിൽ 2 ചെറിയ വര, അല്ലെങ്കിൽ 3 വലിയ വര, 3 ചെറിയ വര വരുന്നത് അതിനെയാണ് നമ്മൾ എന്താ പറയാ? ബാറ്ററി. വളരെ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളിലൊക്കെ ചിലപ്പോൾ വരാൻ ചോദിക്കാം, ബാറ്ററിയുടെ സിമ്പൽ ഏതാണ്, അല്ലെ സെല്ലിന്റെ സിമ്പൽ ഏതാണ്? ഒന്നിലധികം സെല്ലുകൾ ഗ്രൂപ്പായി ഘടിപ്പിച്ച് നിർമ്മിക്കുന്നതാണോ ബാറ്ററി? അതെ, അത് ഡെഫിനിഷൻ അത് തന്നെയാണ്. പക്ഷെ നമുക്കത് ചോദ്യം പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ്? സെല്ലിന്റെ സിമ്പൽ ഏതാണെന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദ്യം ചോദിക്കും. അപ്പൊ അതിൽ സെല്ലിന്റെ സിമ്പൽ തരും, ബാറ്ററിയുടെ സിമ്പൽ തരും, പിന്നെ ബൾബിന്റെ ഒരു സിമ്പലും തരും, പിന്നെ വേറെ എന്തെങ്കിലും ഒരു സിമ്പലും തരും. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ സെല്ലിന്റെ സിമ്പലും ബാറ്ററിയുടെ സിമ്പലും കണ്ട രണ്ടും ഒരു സാധനം അല്ലേ നമ്മൾ വിചാരിക്കും. അല്ലേ? സെല്ലിന്റെ സിമ്പലും ബാറ്ററിയുടെ സിമ്പലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ചിലപ്പോ രണ്ടും ഒന്ന് തന്നെയല്ലേ വിചാരിക്കും. നമ്മൾ അങ്ങനത്തെ ചോദ്യങ്ങൾ എന്ത് ചെയ്യണം? സ്പെസിഫിക് ആയിട്ട് ചിന്തിച്ച് എഴുതണം. അതായത് ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്തി എഴുതാന്ന് കേട്ടിട്ടുണ്ടോ? ആപ്റ്റ് ആയിട്ടുള്ള ഉത്തരം, ശരിയായിട്ടുള്ള ഉത്തരം ഏത് എന്നുള്ളത് അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ശ്രദ്ധയാണ് നമ്മുടെ ആവശ്യം. ഒരു വലിയ വര, ഒരു ചെറിയ വര, അതിന്റെ അപ്പുറത്ത് 2 വലിയ വരയും 2 ചെറിയ വരയുണ്ട്. അപ്പൊ നിങ്ങൾ അതിൽ കുത്തുക? സെല്ലാണെങ്കിൽ
അത് തെറ്റാണ്. ഏതിലാണ് നോക്കണ്ട്? ഒരു വലിയ വര, ഒരു ചെറിയ വര, അതാണ് സെല്ല്. മറ്റേല് പോയി കുത്താൻ നിൽക്കണ്ട. മറ്റേല് കുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മാർക്ക് പോവും അങ്ങോട്ട്, വെറുതെ പോവാണ്. മനസ്സിലായോ? പിന്നെ നമ്മൾ ഈ പാഠഭാഗത്തിൽ നമ്മൾ പിന്നെ പഠിക്കുന്നതാണ് വയറുകൾ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വയറുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്വിച്ചുകൾ. പിന്നെ അതുപോലെ കണ്ടക്ടർ, ഇൻസുലേറ്ററുകൾ, വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളും വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ. അപ്പൊ അതിൽ വൈദ്യുതി കടത്തിവിടുന്ന വസ്തു ഏത് വന്നിട്ട് ഒരു വൈദ്യുതി കടത്തിവിടുന്നതും 3 കടത്തിവിടാത്തതും. അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിലും എന്താണ്, ഇത് ഈ വൈദ്യുതി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പൊ അതിലും നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? സ്റ്റേറ്റ്മെന്റും അതുപോലെ റീസണും, പ്രസ്താവന, കാരണം എന്നുള്ളൊരു ചോദ്യം ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. കണ്ടക്ടർ എന്ത് ചെയ്യുന്നു? ഇന്ന സാധനം കണ്ടക്ടർ ആയതുകൊണ്ട് വൈദ്യുതി കടത്തിവിടുന്നു. അപ്പൊ അവിടെ എന്താണ്? സ്റ്റേറ്റ്മെന്റും റീസണും ശരിയാണ് എന്നുള്ള ചോദ്യം നമുക്ക് അതിൽ പ്രതീക്ഷിക്കാം. അപ്പൊ അതിലെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നമ്മള് ആലോചിച്ച് ചിന്തിച്ച് എഴുതുന്ന ചോദ്യങ്ങളാണ്. അങ്ങനെ ഒരു 4-5 എണ്ണം നമുക്ക് സയൻസിൽ പ്രതീക്ഷിക്കാനുണ്ട്. സയൻസ് എത്ര മാർക്കിനാണ്? സയൻസ് എത്ര? 15 20 പ്രാവശ്യം? 15. 15 മാർക്ക്. അപ്പൊ ഇതില് നോക്കൂ, വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കള്, കടത്തിവിടാത്ത വസ്തുക്കൾക്ക് ഉദാഹരണം നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കുക കേട്ടോ. അതൊന്ന് ചിലപ്പോ ഒരു ചോദ്യം വൈദ്യുതി ആയതുകൊണ്ട് ചോദിക്കാൻ നമുക്ക് സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മുടെ പ്രകൃതി ഇത് നിർത്തുകയാണ്. നിങ്ങൾ അതിൽ ഇത് വിഷയം നന്നായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. വിഷയങ്ങളും കുറെ ചോദ്യങ്ങൾ അതിൽ പ്രാക്ടീസ് ചെയ്യാം ആ ഭാഗത്തിൽ. ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാത്തിലും കൂടുതൽ ഒരു 50-100 ചോദ്യങ്ങൾ ഡെയിലി എന്ത് ചെയ്യുക? വെറുതെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ബുദ്ധിമുട്ടുള്ളതും ആവറേജ് ബുദ്ധിമുട്ടുള്ളതൊക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതാണ് ഇപ്പൊ ചെയ്യേണ്ടത്. എന്നിട്ട് കറക്റ്റ് സമയത്ത് നമ്മുടെ പരീക്ഷ എഴുതി കഴിയാനുള്ള ആ ഒരു ഭാഗത്തിന് നിങ്ങൾ എന്ത് ചെയ്യുക? തയ്യാറായിട്ടിരിക്കുക, മാനസികമായിട്ട് തയ്യാറായിട്ടിരിക്കുക. പിന്നെ നമുക്ക് മോഡൽ പരീക്ഷകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ അത് ചെയ്യുമ്പോൾ കോൺഫിഡൻസ് കൂടിക്കോളും കേട്ടോ. നിങ്ങളുടെ ആത്മവിശ്വാസം ഒന്നും കൂടെ കൂടിക്കോളും. ഓക്കെ, ഇനി നോക്കൂ, നമ്മള് ആകാശഗോളങ്ങളെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ നമ്മൾ സോളാർ എക്ലിപ്സ്, ലൂണാർ എക്ലിപ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ചെറിയ ക്ലാസ് പോലെ നിങ്ങൾ പഠിക്കുന്നതാണ് ഗ്രഹങ്ങൾ, പല വിവിധ ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങളൊക്കെ. അതുപോലെ സാറ്റലൈറ്റുകൾ. ആ മൈക്ക് ഓഫ് ആക്കി വെക്കൂ. സാറ്റലൈറ്റുകൾ, അതിന്റെ ഉപയോഗങ്ങൾ, ഇപ്പൊ ഇൻസാറ്റ്, അതുപോലെ എജുസാറ്റ്, ചന്ദ്രയാൻ, അങ്ങനെ സാറ്റലൈറ്റുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആകാശഗോളങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഡിഫറെന്റ് പ്ലാനറ്റ്സ്, നമ്മുടെ മൂണ്, അതൊക്കെ നമ്മൾ ആശയങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ഭാഗത്തുനിന്ന് നമുക്ക് ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടാവും കേട്ടോ. പിന്നെ അതുപോലെ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ് നമ്മുടെ എന്താ പറയാ, ലൂണാർ എക്ലിപ്സ്. ലൂണാർ എക്ലിപ്സിൽ എങ്ങനെയാണ് സൂര്യൻ, ഭൂമി, ചന്ദ്രന്റെ സ്ഥാനങ്ങൾ, അത് പഠിച്ചു വെച്ചിട്ട് പോവുക. അതുപോലെ EMS പണ്ട് മുതലേ എന്താ പറയാ, കുട്ടികളുടെ മനസ്സിൽ ഉറക്കാൻ വേണ്ടി പറയുന്നതാണ് EMS-ഉം MES-ഉം. അപ്പൊ ആ കോഡ് പഠിച്ചു വെച്ചിട്ട് പോവുക. ഈ സ്ഥാനങ്ങൾ എങ്ങനെയാണ് ലൂണാർ എക്ലിപ്സിലും അതേപോലെ സോളാർ എക്ലിപ്സിലും സൂര്യൻ, ഭൂമി, ചന്ദ്രൻ ഇവയുടെ സ്ഥാനങ്ങൾ, ആകാശഗോളങ്ങളുടെ സ്ഥാനം എങ്ങനെയാണ്. പിന്നെ അതുപോലെ ചന്ദ്രന്റെ പ്രതീക്ഷയും ഉണ്ടല്ലോ, വാക്സിംഗ് ആൻഡ് വെയിനിങ്. ആ ഭാഗം നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 3 ആശയങ്ങളാണ്. ഒന്ന് വാക്സിംഗ് ആൻഡ് വെയിനിങ്ങും, പിന്നെ ലൂണാർ എക്ലിപ്സ്, പിന്നെ എന്തുകൊണ്ടാണ് ചന്ദ്രൻ തിളങ്ങുന്നത്, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ. അതെ. ജനുവരി 31 ഉണ്ടല്ലോ, കഴിഞ്ഞ മാസം 31 വരെ ഏതുവരെയാണ് എടുത്തത്? 10 പാഠമാണെങ്കിൽ 8 പാഠം. ഞങ്ങളുടെ 8 പാഠം എടുത്തായിരുന്നു. 8 പാഠമാണ് ഇപ്പൊ പഠിക്കാനുള്ളത്. 7ാം ക്ലാസ്സിലെ സയൻസിലും സോഷ്യലിലും ഒക്കെ 8 പാഠമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ.
ജനുവരി 31 വരെ നമുക്ക് ഏതുവരെയാണോ സിലബസ് സ്റ്റാൻഡേർഡ് ആയിട്ട് എങ്ങനെയാണോ സിലബസ് വെച്ചിരിക്കുന്നത് അത്രയും ഭാഗങ്ങളിൽ നിന്നാണ് നമുക്ക് പരീക്ഷയ്ക്കുള്ളത്. അതിൽ 7ാം ക്ലാസ്സിന്റെ ഭാഗങ്ങളാണ് കൂടുതലായിട്ടും ഉണ്ടാവുക. സോഷ്യലി ഞങ്ങൾക്ക് 10 പാഠം. 12 പാഠമല്ലേ മൊത്തം? അപ്പൊ അതിൽ 10 പാഠം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. 10 പാഠത്തു നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. സർ സോഷ്യലിൽ 10 പാഠവും സയൻസിൽ 8 പാഠമാണോ? സയൻസിൽ 8 പാഠം. ജനുവരി 31 വരെ ഉള്ള സിലബസ് ഉണ്ടല്ലോ, ആ സിലബസ് പ്രകാരമാണ് ചോദ്യങ്ങൾ ഇട്ടിട്ടുള്ളതെന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ പരീക്ഷ ചോദ്യപേപ്പറൊക്കെ അത്യാവശ്യം ആയിട്ടുണ്ടാവും. ഞങ്ങളുടെ 8 പാഠം കഴിഞ്ഞു. ഇപ്പൊ എല്ലാ സ്കൂളുകളിലും 9ാമത്തെ പാഠം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പകുതി ആയിട്ടുണ്ടാവും 9ാമത്തെ പാഠം. നമ്മുടെ എയർ പൊല്യൂഷൻ ഉണ്ടല്ലോ. ഇപ്പൊ നോക്കൂ, ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന പാഠമാണ് നമ്മുടെ എന്താ പറയാ പ്രകൃതിയിലെ 3 അവിഭാജ്യ ഘടകമാണെന്ന് വായു, മണ്ണ്, ജലം. അല്ലെ? അപ്പൊ ഇതില് വായു മലിനീകരണത്തിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പൊ കേരളത്തില് എന്താ പറയാ വാഹനങ്ങളുടെ എണ്ണം കൂടി, അതുപോലെ പൊല്യൂഷന്റെ ഇത് കൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ അതിൽ നമ്മൾ പൈ ഡയഗ്രം പഠിക്കുന്നുണ്ട്. മാത്സിൽ പഠിപ്പിച്ചു തരുന്ന സാധനമാണ് പൈ ഡയഗ്രം, അതുപോലെ ബാർ ഡയഗ്രം, കമ്പാരിസൺ ചെയ്യാനുള്ള സാധനം ഉണ്ടല്ലോ. പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ. അതൊന്ന് നോട്ട് ചെയ്തിട്ട് പോകണം കേട്ടോ. ചിലപ്പോ പൈ ഡയഗ്രം തന്നിട്ട് അതൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ബാർ ഡയഗ്രം തന്നിട്ട് അതൊന്നും എന്തെങ്കിലും കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതല്ല, ട്രയാങ്കിളുടെ ഇതല്ല ഇത്. ബാർ ഡയഗ്രം, പൈ ഡയഗ്രം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഡയഗ്രങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് മാത്സില്. കമ്പാരിസൺ. വെരി ഗുഡ്. കമ്പാരിസൺ. ഇപ്പൊ നമ്മുടെ വിറ്റാമിൻസ് തന്നെ 5 വിറ്റാമിൻസ് ഉണ്ടല്ലോ. 5 വിറ്റാമിൻസുകളെ നമ്മൾ പൈ ഡയഗ്രം ആക്കുമ്പോൾ എന്താണ്, 1 45% വേണം, 2 50% വേണം, ബാക്കിയുള്ളത് 3% വേണം എന്ന് പറഞ്ഞിട്ട് 100നെ നമ്മൾ എന്ത് ചെയ്യുന്നു, പലതായിട്ട് നമ്മൾ വിഭജിക്കുന്നുണ്ട്. ശതമാനമാക്കണോ? ശതമാനമല്ല, പേഴ്സൻറ്റേജ് അല്ല ഇത്. ശതമാനത്തിൽ തരും. പൈ ഡയഗ്രത്തിലെ ഓരോ ഭാഗങ്ങള് ശതമാനത്തിൽ നമുക്ക് തരും. അപ്പൊ അതൊന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ പൊല്യൂഷനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഇതാക്കണം കേട്ടോ. അത് നന്നായിട്ട് വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, ഇവയ്ക്ക് കാരണമായവ അത് നിങ്ങൾ നന്നായിട്ട് അത് വായിച്ച് പഠിച്ചിട്ട് പോവുക. അതൊന്നും നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം എന്താ പറയുക, നമ്മുടെ നൈട്രജനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യം വരുന്നുണ്ട് കാർഷിക മേഖലയിൽ. നൈട്രജൻ ഫിക്സേഷൻ, അതേപോലെ അസിറ്റോബാക്ടർ, അങ്ങനെയുള്ള ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ചെടികൾക്ക് നൈട്രജൻ കിട്ടാൻ സഹായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചെടികൾക്ക് വളരെ നൈട്രജൻ ആവശ്യമാണ്. അല്ലെങ്കിൽ പായല്, പുഴകളിലും ഇതിലൊക്കെ പായല് നന്നായിട്ട് വളരുന്നത് നൈട്രജൻ വരുന്നത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നൈട്രജന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് 7ാം ക്ലാസ്സിൽ മൊത്തത്തിൽ. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് വായിച്ച് മനസ്സിലാക്കുക. ഇപ്പൊ 9ാമത്തെ പാഠത്തിൽ പഠിക്കുന്നതാണ് ജലമലിനീകരണം, അല്ലെങ്കിൽ ജലത്തില് പായലുകൾ വളരാൻ എന്തുകൊണ്ടാണ് വളരുന്നത്. അപ്പൊ അതെന്താണ്, മാലിന്യം വിസർജ്യങ്ങളൊക്കെ പുഴകളിലേക്കും കുളങ്ങളിലേക്കും ഒഴുകി വരുന്നു. അപ്പൊ ഇതിലുള്ള നൈട്രജൻ കാരണമാണ് പായലും ഇതും വളരുന്നത്. ഇത് വളരുന്നത് കൊണ്ട് വെള്ളത്തിലുള്ള മീനുകളും മറ്റ് ജന്തുക്കളും എന്ത് ചെയ്യുന്നു, പാവം മരിച്ചു പോകുന്നു. യൂട്രോഫിക്കേഷൻ ആണോ? അതന്നെ, യൂട്രോഫിക്കേഷൻ. അതാരാ പറഞ്ഞ്? ഞാനാ. ഓക്കെ, മിടുക്കൻ കേട്ടോ. ഈ ശ്രദ്ധിക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പോ ഈ നൈട്രജന്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അത് നമ്മൾ കൃഷിയുടെ കാര്യത്തിലും പഠിക്കുന്നുണ്ട്, ഇവിടെ എന്താ പറയാ പൊല്യൂഷന്റെ അവിടെയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ സാധനം. പിന്നെ സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ. റൈസോബിയം ചോദിക്കും. പിന്നെ നമ്മൾ പിക്ചർ പ്ലാന്റ്, അങ്ങനെയുള്ള കുറച്ച് ചെടികൾ പഠിക്കണ്ടല്ലോ. ചെടികൾക്ക് എന്താണ് നൈട്രജൻ കിട്ടാത്തത് കൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അതിൽ കൂടെ പോകുന്ന ജീവികൾ അറിയാണ്ട് അതിൽ വന്നിരിക്കുമ്പോൾ അവയെന്ത് ചെയ്യുന്നു, ഭക്ഷണമായിട്ട് കഴിക്കുന്നു. എന്നിട്ട് ആ ഭക്ഷണത്തിൽ നിന്ന് ജീവികളുടെ ശരീരത്തിൽ നിന്ന് നൈട്രജൻ വലിച്ചെടുക്കുന്നു. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവാ കേട്ടോ, വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവാ.
ഓക്കെ. ഓക്കെ. ഇനി 6ാം ക്ലാസ്സിൽ നമ്മൾ ചലനം പഠിക്കുന്നുണ്ട്. കമ്പനചലനം. അത് പൊതുവായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം പഠിക്കുന്ന സാധനമാണ് എന്താ പറയാ, ചലിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മോഷൻ. ആ മൈക്കൊന്ന് ഓഫാക്കി വെച്ചാ. എന്താ പറയാ, സ്റ്റേറ്റ് ഓഫ് മോഷൻ ആൻഡ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ചലിച്ചുകൊണ്ടിരിക്കുന്നതും ചലിക്കാത്ത അവസ്ഥയും. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം അതിന്റെ തുടക്കം മനസ്സിലാക്കി വെക്കുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്നതും ചലിക്കാത്തതിനും അതിനാണ് നമ്മൾ മോഷൻ അവസ്ഥയും അതേപോലെ റെസ്റ്റിലുള്ള അവസ്ഥയും എന്ന് പറയുന്നത്. ഇനി ഒരു വസ്തുവിന് മോഷൻ ആവാനാണെങ്കിലും ചലിക്കാനാണെങ്കിലും നിൽക്കാനാണെങ്കിലും നമ്മൾ അതിൽ എന്ത് പ്രയോഗിക്കണം? ബലം പ്രയോഗിക്കണം. സൈക്കിൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, സൈക്കിൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിലെന്ത് കൊടുത്താൽ മതി? ബലം പ്രയോഗിക്കണം. ബ്രേക്ക് പിടിച്ചിട്ട് നമ്മൾ ബലം പ്രയോഗിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചലിക്കാൻ പറ്റില്ല. നമ്മൾ നിശ്ചലാവസ്ഥയിലേക്ക് വരും. അത് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 6 തരം ചലനങ്ങളുണ്ട്. അതാണ് പിന്നെ നമ്മൾ അടുത്തതിലേക്ക് പോകുന്നത്. അവിടെ ലീനിയർ മോഷൻ, സർക്കുലർ മോഷൻ, പിന്നെ എന്താ പറയാ, ഭൂമി ആകാശഗോളങ്ങൾ അല്ലെങ്കിൽ ഭൂമിയുടെ 2 തരം ചലനങ്ങൾ. റൊട്ടേഷൻ, റവല്യൂഷൻ, ഭ്രമണം, പരിക്രമണം. പകലും രാത്രി ഉണ്ടാവുന്നു, അതുപോലെ വർഷം മാറുന്നു. ഭ്രമണം, പരിക്രമണം. ഇതാണ് അവിടെ വരുന്ന 2 ആശയങ്ങള്. പിന്നെ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഇയാള് ആടൂലോ, ഊഞ്ഞാലാടൂലോ, എന്ത് ചലനമാണ്? ഓസിലേഷനും വേഗത്തിലുള്ള ഓസിലേഷനും നമ്മളൊരു പേര് പറയും, വൈബ്രേഷൻ. മിട്ടുക്കാൻ. അപ്പൊ ഈ 6 ചലനങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. 6 ചലനങ്ങളും 6 ചലനങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നേർരേഖാ ചലനം, വർത്തുള ചലനം, ഭ്രമണം, പരിക്രമണം, കമ്പനം, ദോലനം. ഇതാണ് 6 വ്യത്യസ്ത തരം ചലനങ്ങൾ. നമ്മൾ 6ാം ക്ലാസ്സിൽ ഉറപ്പിക്കേണ്ട സാധനമാണത്. ഇവയ്ക്ക് ഉദാഹരണം ലീനിയർ മോഷൻ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യാ, ഈ 6 ചലനവും അവയ്ക്കുള്ള ഉദാഹരണവും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അതിന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ചലനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാർഷിക മേഖല, അതേപോലെ ആസിഡ് ബേസ്, അതുപോലെ പോഷകാഹാരം എന്നൊക്കെ പറയണ അതൊക്കെ അതേപോലെ വളരെ പ്രാധാന്യമുള്ള, സയൻസിൽ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് ഇത് ചലനം എന്ന് പറയുന്നത്. സാർ, 5ാം ക്ലാസ്സിലത്തെ സയൻസിൽ ക്വസ്റ്റ്യൻ വരുമോ? 5ാം ക്ലാസ്സിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ 5ാം ക്ലാസ്സിലുള്ള കാര്യമാണ് നമ്മുടെ പ്രാണികളുടെ ലോകം, അതേപോലെ പൂമ്പാറ്റകള്, എന്താ പറയാ, പ്രാണികളുടെ ജീവചക്രം, തവള, അതേപോലെ കോക്രോച്ച്, അതൊക്കെ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്നത് വെള്ളത്തിന്റെ കാര്യം നമ്മൾ 5ലാണ് പഠിക്കുന്നത്. വെള്ളത്തിന്റെ ഉപയോഗം, വെള്ളത്തിന്റെ രൂപങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. കണ്ടൻസേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. അത് കുറച്ച് എന്താ പറയാ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. വാട്ടർ സൈക്കിൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക കേട്ടോ. വെള്ളത്തിന്റെ അതിന്നൊക്കെ നമുക്കൊരു ചോദ്യം ചോദിക്കാം. കണ്ടൻസേഷൻ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ടേമുകൾ, സയന്റിഫിക് ടേമുകളാണ്. അപ്പൊ അതൊന്നും നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം. വേപ്പറൈസേഷൻ, കണ്ടൻസേഷൻ, അതേപോലെ ഉപ്പ് നിർമ്മിക്കുന്നത് ഏത് മെത്തേഡിലൂടെയാണ്? ഇവാപറേഷൻ, സബ്ലിമേഷൻ. അത് പഠിച്ചു വെക്കുക. പിന്നെ അതേപോലെ 6ാം ക്ലാസ്സിൽ നമ്മൾ ഫിസിക്കൽ ചേഞ്ച്, അതേപോലെ കെമിക്കൽ ചേഞ്ച് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. വ്യാസമാറ്റം, ഭൗതിക മാറ്റം. അതും എന്ത് ചെയ്യുക, അതും അതിനുള്ള ഉദാഹരണങ്ങളും നന്നായിട്ടൊന്നും എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിട്ട് പോവുക. പിന്നെ 5ാം ക്ലാസ്സിൽ വരുന്നത് പിന്നെ ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഇത് പറഞ്ഞില്ലേ, സാറ്റലൈറ്റുകളുടെ കാര്യം പറഞ്ഞില്ലേ. അതിപ്പോ എന്താ പറയാ, കുറച്ച് വലിയൊരു പാഠമാണ്. അതിൽ നമ്മള് നാസയുടെ കാര്യം പറയുന്നുണ്ട്, ISROന്റെ കാര്യം പറയുന്നുണ്ട്, നമ്മുടെ ഹിസ്റ്ററി, ചരിത്രം പറയുന്നുണ്ട്. ഇന്ത്യൻ ബഹിരാകാശത്തിന്റെ ചരിത്രം അവിടെ നമ്മൾ പറയണത്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാ, നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് പോവാ. അതുപോലെ ചന്ദ്രയാൻ, സോളാർ സിസ്റ്റം നമ്മൾ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അതിന്റെ തുടർച്ചയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് 5ല്. LP ക്ലാസ്സിലാണ് നമ്മൾ സോളാർ സിസ്റ്റം മനസ്സിലാക്കുക. ഗ്രഹങ്ങള് അതേപോലെ എങ്ങനെയാണ് ഇതാക്കണമെന്ന് വെച്ചാൽ, എന്താ പറയാ, ആരെയാണ് ചുറ്റണത്, എങ്ങനെയാണ് ചുറ്റണത് എന്നൊക്കെ നമ്മൾ 4ല് പറയണ കാര്യമാണ്.
പിന്നെന്താ അഞ്ചില് നമ്മൾ പഠിക്കുന്നത് വേറെ കാര്യങ്ങള്? മനുഷ്യ ശരീരത്തിന്റെ അത് നമ്മൾ 7ാം ക്ലാസ്സിലാണ് കൂടുതൽ പഠിക്കണമെന്നാണ് എൻ്റെ ഒരു ധാരണ. അതായത് പല സിസ്റ്റങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, 5-6 സിസ്റ്റങ്ങൾ നമ്മൾ നമ്മുടെ 7ാം ക്ലാസ്സിലാണ് നമ്മൾ പഠിക്കുന്നത്. സർക്കുലേറ്ററി സിസ്റ്റം, അതേപോലെ റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, നെർവസ് സിസ്റ്റം ഒക്കെ നമ്മൾ 7ലാണ് പഠിക്കുന്നത്. പിന്നെ 7ാം ക്ലാസ്സിലെ അവസാനത്തെ പാഠം ഇല്ല, അതുകൊണ്ട് പിന്നെ അത് വേണ്ട, ചർച്ച ചെയ്യണ്ട. സാറേ, പ്രകാശത്തിന്റെ പാടത്തുനിന്ന് ചോദിക്കില്ലേ? ഇനി പറയാൻ വിട്ടുപോയ ഒരു ഭാഗമാണ് പ്രകാശത്തിന്റെ ഭാഗം. അവിടെയാണ് നമ്മൾ റിഫ്ലക്ഷൻ പഠിക്കുന്നുണ്ട്, റിഫ്രാക്ഷൻ ഇല്ല, അത് ഒഴിവാക്കി. റിഫ്ലക്ഷൻ പഠിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ പ്രതിപതനം, പിന്നെ കണ്ണാടിയുടെ പ്രത്യേകത, അതൊക്കെ നമ്മൾ അവിടെ പഠിക്കണം. ലാറ്ററൽ ഇൻവേർഷൻ, എന്തുകൊണ്ടാണ് കണ്ണാടിയിൽ വലത്തേ കൈ കാണിക്കുമ്പോൾ ഇടത്തേ കൈ കാണുന്നത്? പ്രകാശത്തിന്റെ പാഠത്തിൽ നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാം, 1-2 ചോദ്യം പ്രതീക്ഷിക്കാം. പ്രകാശത്തിന്റെ പാഠം പഠിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അതിന് ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളെ ഒന്ന് കുഴപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യം അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രസ്താവന, സ്റ്റേറ്റ്മെന്റ് നിന്ന് നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അതേപോലെ താപം, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, ഇത് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് പോവുക. അതേപോലെ താപം കടത്തിവിടും, അത് പറയാം, ഒരു മിനിറ്റ്. എന്താ പറയാ, താപം കടത്തിവിടുമ്പോൾ വസ്തുക്കൾക്ക് വികാസം സംഭവിക്കുന്നു. അതിപ്പോ ഖരവസ്തു ആയാലും ശരി, നമ്മുടെ ലിക്വിഡ് ആയാലും ശരി, ഗ്യാസ് ആയാലും ശരി, അതിന് ചൂട് കൊടുക്കുമ്പോൾ അത് വികസിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു ഇതാക്കാം. താപം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കേട്ടോ. പിന്നെ കോശങ്ങളുടെ ഭാഗം ഉണ്ടല്ലോ, കോശം വളരെ എളുപ്പമുള്ളതാണ്. സസ്യകോശം, ജന്തുകോശം ജസ്റ്റ് ഒന്ന് നിങ്ങൾ പഠിച്ചു തന്നെയാണ്. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യുക, അതിന്റെ ഭാഗങ്ങൾ നന്നായിട്ട് നോക്കി എന്ത് ചെയ്യുക, മറക്കാത്ത രീതിയിൽ പഠിച്ചിട്ട് പോവുക. സസ്യകോശത്തിലും ജന്തുകോശത്തിലും ഒന്നിൽ ക്ലോറോഫിൽ ഉണ്ട്, മറ്റേതിൽ ക്ലോറോഫിൽ ഇല്ല. പിന്നെ ഒന്നിൽ എന്തുണ്ട്, കോശഭിത്തി ഉണ്ട്, മറ്റേതിലില്ല. കോശഭിത്തി ഉണ്ട്, മറ്റേ അനിമൽ സെല്ലിൽ കോശഭിത്തി ഇല്ല എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുക, അതൊന്ന് വായിച്ചിട്ട് പോവുക. പിന്നെ മനുഷ്യ ശരീരത്തിലുള്ള വ്യത്യസ്ത കോശങ്ങൾ, അതേപോലെ നമ്മുടെ രക്തത്തിലുള്ള കോശങ്ങൾ ഏതൊക്കെയാണ്, RBC, WBC, പ്ലേറ്റ്ലെറ്റുകൾ എന്നുണ്ടല്ലോ, അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, വായിച്ചിട്ട് പോവുക കേട്ടോ. നന്നായിട്ട് വായിച്ചിട്ട് ഒന്നും കൂടെ പൊടി തട്ടുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണെന്ന് പൊടി തട്ടി മിനുക്കിയിട്ട് പോവുക. പരീക്ഷയ്ക്ക് സമയമില്ല, ആകെ അത്ര 1 മണിക്കൂറേ ഉള്ളൂ. 1 മണിക്കൂറിൽ ഈ ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, സമയം കളയാതെ നമുക്ക് മുന്നോട്ടാണ് ചെയ്ത് പോകേണ്ടത്. അപ്പൊ ഒരു ചോദ്യത്തിലും എന്ത് ചെയ്യാൻ പാടില്ല, ആലോചിച്ച് നമ്മൾ സമയം കളയാൻ പാടില്ല. അറിയാത്ത ചോദ്യം കുത്തിട്ട് വെക്കുക, സൈഡിൽ കുത്തിട്ട് വെക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് നോക്കുക. നമ്മൾ പരീക്ഷ നമ്മൾ പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് പോകും തോറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ചിന്തിക്കും, നമ്മുടെ തലച്ചോറ് ചിന്തിക്കും ആ പരീക്ഷയെ പറ്റിയിട്ട് ഇങ്ങനെയാണ് എഴുതേണ്ടത്. നമ്മൾ ആ ഒരു ട്രാക്കിൽ ഇങ്ങനെ പോവായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചു നേരം കഴിഞ്ഞിട്ട് അപ്പൊ കിട്ടാത്ത ചോദ്യം പിന്നെ രണ്ടാമത് വന്ന് നോക്കുക. അരമണിക്കൂറാണോ? 1 മണിക്കൂർ, 50 മാർക്ക്. 50 മാർക്കിന്റെ 2 പേപ്പറല്ലേ? അപ്പൊ ഒരു പേപ്പറിൽ 1 മണിക്കൂറാണോ? 1 മണിക്കൂർ ഉണ്ടാവും. ഒരു പരീക്ഷയ്ക്ക് 1 മണിക്കൂർ മിനിമം ഉണ്ടാവും. അങ്ങനെ 2 മണിക്കൂറായിരിക്കും പരീക്ഷ ഉണ്ടാവുക. 50 മാർക്കിന്റെ 2 ഇതല്ലേ, 2 പേപ്പറല്ലേ? 50 മാർക്കിന്റെ 2 പരീക്ഷയാണുള്ളത്. അപ്പൊ 1 മണിക്കൂർ 60 മിനിറ്റ് എന്താണ് ഒരു പേപ്പറിന്, 60 മിനിറ്റ് മറ്റേ പേപ്പറിനായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവുക. അപ്പൊ അത് ഇനി നിങ്ങൾക്ക് മോഡൽ പരീക്ഷകൾ ധാരാളം ഉണ്ടാവും. ഓരോരോ സംഘടനകൾ നിങ്ങൾക്ക് പരീക്ഷ നടത്തും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, 1, 2, 3 കുറച്ച് പരീക്ഷകൾ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ധാരണയും കിട്ടും, ആത്മവിശ്വാസം നിങ്ങൾക്ക് വരും. പിന്നെ അതേപോലെ മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പറുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ 10 വർഷത്തെ ചോദ്യ പേപ്പർ ഇരുന്ന് ചെയ്യാം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്റെ അടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർമാരോടായാലും ചോദിച്ച് അതിന്റെ ഉത്തരം, കിട്ടാത്തതിന്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്താൻ നോക്കുക. അല്ല, പ്ലേറ്റ്ലേറ്റും വിറ്റാമിൻ കെ രണ്ടാണ്. ഒന്ന് വിറ്റാമിനാണ്, പിന്നെ മറ്റേത് രക്തത്തിലുള്ള കോശമാണ്.
രക്തത്തിന്റെ ഒരു ഇതാണ്, ഭാഗമാണ്. ഓക്കെ. ഓക്കെ, പിന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റേ സോഷ്യലിന്റെ ഒരു കാര്യം പറഞ്ഞുതരാം. സോഷ്യലില് കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നതാണ് പറഞ്ഞത്. കറണ്ട് അഫയേഴ്സ് 5 മാർക്കിനുള്ള ചോദ്യം ചോദിക്കും, ബാക്കി 15 മാർക്കാണ് നിങ്ങളുടെ സബ്ജക്റ്റ് എന്ന് ചോദിക്കാന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ വാസുദേവ മാഷ് പറഞ്ഞത്. ആ മാഷ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന കമ്മിറ്റിയിലുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, 7ാം ക്ലാസ്സിലേക്ക് ടെക്സ്റ്റ് ബുക്ക് എഴുതിയിട്ട് ഇപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്ക് എഴുതിയിട്ടുള്ള അതിലുള്ള മാഷും കൂടിയാണ്. നമ്മുടെ കേരളത്തില് മുതിർന്ന സയൻസ് അധ്യാപകനും കൂടിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹമാണ് ഇത് പറഞ്ഞത്. അതുപോലെ നിങ്ങളുടെ മാത്സിൽ 20 ചോദ്യമാണ് ഉണ്ടാവുക. അതിൽ 5 മാർക്ക് അനലറ്റിക്കൽ തിങ്കിങ്, ലോജിക്കൽ തിങ്കിങ് ഉണ്ടല്ലോ, 5 മാർക്ക് അതിന്റെ ആയിരിക്കും. ബാക്കി പറഞ്ഞെന്താ കറണ്ട് അഫയേഴ്സ് ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഉണ്ടല്ലോ, 25, 26 ഈ വർഷം നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അതിൽ ഏതെങ്കിലും ഒരു അങ്ങനെ ചോദിക്കും ചോദ്യങ്ങൾ. അതിനാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയാം. മാത്സില് മാത്സിന്റെ കാര്യങ്ങൾ ചോദിക്കും ചോദ്യങ്ങള്. സയൻസ് അല്ല, മാത്സ് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ പരിശീലിക്കേണ്ടത് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ പരിശീലിക്കുക. നന്നായിട്ട് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ പരിശീലിക്കുക കേട്ടോ. മാത്സിൽ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ എന്നാണ് അങ്ങനെ പറഞ്ഞു കേട്ടത്. അപ്പൊ അതിന് എങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് നേരിടുക. സാർ മാത്സിന്റെ ക്ലാസ് എന്താണ്? അതുണ്ടാവും. ഇനി നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് മറ്റു വിഷയങ്ങളുടെ ക്ലാസ്സും നിങ്ങൾക്ക് ഉണ്ടാവും. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കലാകായികം ഇതുണ്ടല്ലോ, അതേപോലെ IT കലാകായികം IT-യിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്. അതിന് നമ്മുടെ സയൻസ്, മാത്സ്, സോഷ്യലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ ആ ഭാഗത്തു നിന്നുണ്ട്. നമ്മളിപ്പോ ഒരു യുദ്ധത്തിന് പോകുമ്പോ നമ്മൾ തയ്യാറായിട്ടിരിക്കില്ലേ, അതുപോലെ ഇന്ന ഭാഗത്തുനിന്ന് വരും, ഇന്ന ദിശയിൽ നിന്ന് വരുന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാ, മനസ്സിലാക്കിയിട്ട് പോവുക. അപ്പൊ നമുക്ക് പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ഏറ്റുമുട്ടാൻ നമുക്ക് കുറച്ചും കൂടെ ഒരു ഇത് കിട്ടും കേട്ടോ. അതുപോലെയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വേഗം ചോദിച്ചോളൂ. ആർട്ട് വർക്ക് ടെക്സ്റ്റ് ബേസ്ഡ് ആവോ ചോദ്യം? PT-യിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ശരീര എന്താ പറയാ ഡെവലപ്മെന്റ്, അതേപോലെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. അതൊക്കെ ഒന്ന് വായിച്ചിട്ട് പോവാ. എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെന്റ്, ഓരോന്നിന്റെ ഫീച്ചേഴ്സ് എന്താണ്. ഓക്കെ, ഇനി വേറെന്തൊക്കെയാ നിങ്ങൾക്ക് അറിയേണ്ടത്? ഹീമോഗ്ലോബിൻ കൂടുമ്പോഴാണ് പ്രമേഹം ഉണ്ടാകുന്നത്? അല്ല, ഹീമോഗ്ലോബിനും പ്രമേഹവും തമ്മിൽ ബന്ധമില്ലല്ലോ. നമ്മുടെ ശരീരത്തില് നോർമൽ ഷുഗറിന്റെ ലെവല് എന്ന് പറയുന്നത് എത്രയാണ്? 80 മുതൽ 120 വരെയാണ്. പ്രമേഹം ഉണ്ടാവുന്നത് ഗ്ലൂക്കോസ് കൂടുമ്പോഴല്ലേ? അതെ, മനസ്സിലായി. അത് നീ മനസ്സിലാക്കിയുള്ള തെറ്റിദ്ധാരണയാണ് കേട്ടോ. ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോഴാണ് നമുക്ക് എന്താ പറയാ ഷുഗർ ഉണ്ട് എന്ന് പറയും. 80 മുതൽ 120 വരെയാണ് അതിന്റെ അളവ്. അപ്പൊ അതിൽ കൂടുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈസ് ഡയബറ്റിക് എന്ന് പറയാം. സാർ, ഈ പ്രമേഹത്തിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഡയബറ്റിക്. ഇപ്പൊ ഡയബറ്റിക് ഒക്കെ നിങ്ങൾ UP ക്ലാസ്സിൽ പരിചയപ്പെടുള്ളൂ. പിന്നെ ഹൈസ്കൂളിലൊക്കെ എത്തുമ്പോഴാണ് കുറച്ചും കൂടെ എന്തുകൊണ്ടാണ് ഈ പ്രമേഹം വരുന്നത് എന്നൊക്കെ നമ്മൾ അടുത്ത ഇതിലാണ് നമ്മൾ പഠിക്കുക. ഇനി വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചോളൂ. നമുക്ക് വേഗം ഇതാക്കാം. 8:30 ആവാറായില്ലേ, വൈൻഡപ്പ് ചെയ്യാം. സാർ, നാളെ മാത്സ് എടുക്കുവോ? അറിയില്ല, നാളെ എങ്ങനെ മാത്സ് ആണോ സോഷ്യലാണോ എന്താണ് തീരുമാനിച്ചിരിക്കണമെന്ന് അറിയില്ല കേട്ടോ. അതെന്തായാലും നിങ്ങളുടെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ സ്കൂളിലേക്ക് എന്തായാലും ഇത് വരും, അതിന്റെ വിവരം വരും. എന്തായാലും പരമാവധി എല്ലാ ക്ലാസ്സിലും കയറുക. നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കേൾക്കുക, അതേപോലെ ആത്മവിശ്വാസം ഉണ്ടാക്കുക. പരീക്ഷയിൽ എന്ത് ചെയ്യുക, എന്ത് ഇത് കൊടുത്തിട്ടായാലും നമ്മൾ ലക്ഷ്യം കാണണം എന്ന് പറയില്ലേ, ലക്ഷ്യം കാണണം എന്ന് പറയണ പോലെ പരീക്ഷ എഴുതിയെടുക്കുക കേട്ടോ. സാർ, ഉറുമ്പിന്റെ ശരീരത്തിലുള്ള ആസിഡ് ഏതാ?
ഫോർമിക് ആസിഡ്. അതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. Formic acid. എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഉറുമ്പുകള് എന്താ പറയാ അസംബ്ലിക്ക് പോകുന്ന പോലെ വരി വരിയായിട്ട് പോകുന്നത്? അത് മനസ്സിലാക്കുക. അതുപോലെ കോളനിയിൽ ജീവിക്കുന്ന ജീവികൾ, തേനീച്ച, അതുപോലെ പിന്നെ ഏതൊക്കെയാണ് കോളനി ആയിട്ട് താമസിക്കുക? അങ്ങനെയുള്ള ജീവികളുടെ പ്രത്യേകത എന്താണ്? നമ്മൾ അഞ്ചിൽ പഠിക്കുന്ന സാധനമാണിത്, മനസ്സിലാക്കുന്ന സാധനമാണ് കേട്ടോ. അതൊക്കെ മനസ്സിലാക്കിയാൽ മതി. ടെക്സ്റ്റ് ബുക്ക് വായിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ യൂട്യൂബില് കഥ കേൾക്കണ പോലെ കേട്ട് മനസ്സിലാക്കുക. സർ നമ്മൾ കൂടുതലും 7th സ്റ്റാൻഡേർഡിന്റെ സിലബസ് അല്ലേ ഫോക്കസ് ചെയ്യേണ്ടത്? അതെ, 7ാം ക്ലാസ്സിന്റെ സിലബസ് ആണ് നിങ്ങൾ കൂടുതലായിട്ടും ഭാഷാ വിഷയങ്ങൾ, മലയാളം, ഇംഗ്ലീഷ്, അതുപോലെ സബ്ജക്ട് വിഷയങ്ങളായിട്ടുള്ള സോഷ്യൽ, സയൻസ്, മാത്സ്, ഇതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ വർഷത്തെ വിഷയങ്ങൾക്കാണ്. എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസാ വരിക? എളുപ്പമുള്ള ചോദ്യം ഉണ്ടാവും, കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യം ഉണ്ടാവും, വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യം ഉണ്ടാവും. നമ്മുടെ കേരള ഗവൺമെന്റ് സർക്കാർ നടത്തുന്ന പരീക്ഷ ആയതുകൊണ്ട് നല്ല അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. 7ാം ക്ലാസ് ഉള്ള ഒരു കുട്ടിക്ക് എന്തെല്ലാം ഇതുണ്ടാവും എന്നുള്ളത് അളക്കുന്ന ചോദ്യമാണ്. അങ്ങനത്തെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത്. ഓരോ ആൾക്കാരായിട്ട് ചോദിച്ചാൽ മതി. അതെ. സാർ എപ്പോഴാണ് ക്ലാസ് വൈൻഡപ്പ് ചെയ്യുക? ഇപ്പൊ കഴിയും, 8:30 ഇപ്പൊ നിർത്താൻ പോവാണ്. സാർ ഓരോ വാദങ്ങളും ആരാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിക്കില്ലേ? കണ്ടുപിടുത്തങ്ങള്, അതുപോലെ ഉപകരണങ്ങൾ, അത് നന്നായിട്ട് വായിച്ച് കാണാണ്ട് പഠിച്ചിട്ട് പോവാ കേട്ടോ. നമ്മൾ ശാസ്ത്രജ്ഞന്മാരെ പറ്റിയിട്ട് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്, ഓരോരോ വിഷയവുമായിട്ട്. ഇപ്പൊ പ്രകാശം, അതുപോലെ കൃഷി, അതുപോലെ ചലനം, എല്ലാത്തിലും നമ്മൾ ഓരോരോ ശാസ്ത്രജ്ഞന്മാരെ പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ അതില് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, കണ്ടുപിടുത്തങ്ങളോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കും. അതുപോലെ വിട്ടുപോയൊരു കാര്യമാണ് നമ്മുടെ രാസകീടനാശിനി, ജൈവ കീടനാശിനി. ഒന്നാമത്തെ പാഠത്തിലുള്ളതാണ് രാസകീടനാശിനി, ജൈവ കീടനാശിനി, രാസവളം, ജൈവവളം. അതും കൂടെ എന്ത് ചെയ്യാ, നന്നായിട്ട് പഠിച്ചിട്ട് പോവാ കേട്ടോ. മൈക്കൽ ഫാരഡേ. ഇംഗ്ലീഷ് ഒന്ന് പറയോ? കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അതെ. ഈ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ എന്ത് ചെയ്യാ, അവരുടെ കണ്ടുപിടുത്തങ്ങള് എന്തൊക്കെയാണ്, അവരുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് പോവുക, പഠിച്ചിട്ട് പോവുക കേട്ടോ. ജൈവ കീടനാശിനിയുടെ ഇംഗ്ലീഷ് കുറിച്ച് ചോദിക്കുമോ? ആരെ പറ്റിയിട്ട്? എവല്യൂഷനെ കുറിച്ച്, ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ച്. ഹ്യൂമൻ എവല്യൂഷൻ നമ്മൾ ഇവിടെ അല്ലേ പഠിക്കണത്? എന്താ സ്പോർട്സിലല്ലേ പഠിക്കണത്? ഹോമോസാപ്പിയൻസ്, ഹോമോ എറക്ടസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്, സ്പോർട്സിലോ ഏതൊന്നിലും പഠിക്കുന്നുണ്ട് നമ്മൾ. അപ്പൊ അത് എന്താ പറയാ, ആ പേരുകൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവാ കേട്ടോ. ഓരോ മനുഷ്യന്മാരുടെയും പേരുകൾ ആ ബുക്ക് നോക്കിയിട്ട് പഠിച്ചിട്ട് പോവാ. ഓക്കെ സർ. ഇനി വേറെ എന്തെങ്കിലും ചോദിക്കണ്ടോ? സാർ ഈ കാറ്റിന്റെ ഉത്ഭവം എവിടുന്നാ? നമ്മുടെ കടൽക്കാറ്റ്, കരക്കാറ്റ് നമ്മളവിടെ പഠിക്കുന്നുണ്ട്, സയൻസിൽ പഠിക്കുന്നുണ്ട്. രാത്രി വീശുന്ന കാറ്റ്, അതേപോലെ പകൽ സമയത്ത് ഉണ്ടാവുന്ന കാറ്റ്, അത് എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മള് ഇതിൽ പഠിക്കുന്നുണ്ട്. എന്താ പറയാ, ഹീറ്റിന്റെ പാഠത്തിലാണ് അത് വരുന്നത്. അതേപോലെ എയറിലുള്ള കമ്പോണൻസ്, വായുവിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്, എത്ര ശതമാനം അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതും എന്ത് ചെയ്യാ, അപ്പൊ ഒരു പൈ ഡയഗ്രം പോലെ എന്തോ നമ്മൾ പഠിക്കേണ്ടത് അതിൽ. അപ്പൊ എന്താ പറയാ, 6ാം ക്ലാസ്സിലെ പാഠത്തിൽ അത് കാണാണ്ട് പഠിച്ചിട്ട് പോവാ കേട്ടോ, അളവുകള്. ഇനിയിപ്പോ എന്താ വേറെ എന്തെങ്കിലും ചോദിക്കണ്ടോ? എന്നാ നമുക്ക് ക്ലാസ് അവസാനിപ്പിച്ചാലോ? അപ്പോ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യാ, കുറച്ച് സമയം ഇതിന് പരീക്ഷയ്ക്ക് വേണ്ടി മാറ്റി വെക്കുക കേട്ടോ.
ഇപ്പൊ പ്രത്യേകിച്ച് രാവിലെ സമയങ്ങളിലാണ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തലയിൽ കയറുന്ന സമയമാണ് രാവിലെ നേരത്തേക്ക്. അപ്പൊ നേരത്തെ എണീക്കുക, ഒരു 4 മണിക്കൊക്കെ എണീറ്റിട്ട് എന്ത് ചെയ്യുക, ഒരു 6 മണി വരെയോ അല്ലെങ്കിൽ ഒരു 5 മണി തൊട്ട് 7 മണി വരെയൊക്കെ പഠിക്കുക. 4 മണി വേണം. അതിപ്പോ ഈ ഒരു 10-20 ദിവസം കൂടിയല്ലേ വേണ്ടു. അത് കഴിഞ്ഞാൽ പിന്നെ ഈ രാവിലെ 11 മണി വരെ ഉറങ്ങിക്കോ. അപ്പൊ നമുക്ക് ലക്ഷ്യം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക, അധ്വാനിക്കുക. ബൈ സർ. നല്ല ക്ലാസ്. Thank you, sir. ഓക്കെ, താങ്ക് യു മാഷെ. താങ്ക് യു സാർ. താങ്ക് യു സർ. താങ്ക് യു Thank you, sir. താങ്ക് യു സാർ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. നാളെ കാണാം. താങ്ക് യു സാർ. നന്ദി. മുട്ടായി വേണോ? ഇജ്ജ് തിന്നളാ. ആരെ മുട്ടായി വേണോ വെച്ച്? ഏതൊരു അക്കൗണ്ട് രോഹിണി പറഞ്ഞത്. ഏതാണാവോ? മാഷ് പോയില്ലേ? ഇജ്ജന്നെ കഴിച്ചത്. അതിന് ഞങ്ങൾക്കൊന്നും വേണ്ട. അതെന്നെ ലാസ്റ്റ് വരെ കേട്ടോ മതി. മുട്ടായി ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലോ. ഇപ്പൊ എന്തൊക്കെ ബൈ ബൈ. നീയേ എന്താടാ? ഹലോ.